اقتصيت ولا تضرب الوجه ولا تقبح ولا تهجر إلا في البيت صدق رسول الله صلى الله عليه وسلم. فلم أرق الإسلام عزا لأمتي ولا مثل ضياف العراش معشرا واعلموا أمة سيدنا وحبيبنا محمد صلى الله عليه وسلم. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ഇഷ്കക്കടലിൻ്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി കുസുമത്തിൻ പൂവിനെ തേടും വണ്ടായി സുലൈഖയും കൂടിപ്പുണരുവാൻ തക്കം പാർത്ത് സുമോകിയും ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ ഋത്തില്ലനോരാഗ രാഗം പാടി കുയിൽ പോലെ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ആശിച്ച പോലില്ല യൂസുഫിലും പ്രേമാനന്ദം അതുകൊണ്ട് ഭൂവിയിൽ തോകി ഹോബിൻ ആശാഭംഗം പേശും നീടയിക്കോരു വേളയില്ല അസീസുമേ പ്രേമത്തിൻ്റമ്പ് കൊറിച്ചു യൂസുഫിൻ താനുമേ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ഏശി പീഡിച്ചു സുലൈഖ മോഹിച്ച പൂമാനേ ഏലിൽ കൈത്തട്ടി നബിയും ഓടി മറിന്താനേ പാശത്തിൽ പിൻവേഗമിച്ചു കൂപ്പായം കീറിയേ പിരിശിൽ സുലൈഖയിൽ മോഹഭംഗ കയറിയേ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ഇഷ്കക്കടലിൻ്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ
ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാഷ് ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ, വഴിയോരത്തേക്ക് നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പ്രിയപ്പെട്ട കരളിൻ്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, വഅലിന്റെ സന്തോഷത്തിൽ വളരെ ആവേശത്തോടെ ദീനിന്റെ മജ്ലിസുകളിൽ ഓടി വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ പറയും. 1 മണിക്കൂർ ഞാൻ നിങ്ങളോട് വാദു പറയും ഇൻഷാ അല്ലാഹ്. എത്ര ഇപ്പം ഞാൻ പറയുന്നുള്ളൂ, ബാക്കി പിന്നല്ലേ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇരുത്തിയിട്ട് പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കണില്ല. അള്ളാഹു നമ്മുടെ മജ്ലിസിൽ കടന്നു വന്ന എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. വഴിയോരത്തൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ 1 മണിക്കൂർ ഈ ഒരു മജ്ലിസിലേക്ക് നിങ്ങൾ ഇൻഷാ അല്ലാഹ് കടന്നിരിക്കും. ഇന്നലെയും അൽഹംദുലില്ലാ വഴിയോരത്തൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. നിന്നുകൊണ്ടാണെങ്കിലും അവർ പ്രഭാഷണം കേട്ടു. അൽഹംദുലില്ലാ, അള്ളാഹു അവരുടെയൊക്കെ ജീവിതത്തിൽ നല്ല അമൂല്യമായ മുത്തുകൾ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ് ഇന്ന് നല്ല ഭർത്താവ് എന്നുള്ള വിഷയം പറയുമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ ചേർത്തു, അത് കേട്ടിട്ട് നിങ്ങൾ വരാതിരിക്കുകയും ചെയ്യണ്ട. ഏതായാലും അൽഹംദുലില്ലാ, എന്താണ് ഉസ്താദ് പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വഴിയോരത്ത് മാറി നിൽക്കുന്നവരുമുണ്ടാകും. ഏതായാലും വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് നല്ല ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കാമെന്നുള്ള വിഷയം ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അവസാനിച്ചിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയും. നല്ല ഭാര്യ ആരാന്ന് ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പറയും. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മാത്രം നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ തന്നെ ഒരു നല്ല ഭർത്താവ് ഹബീബിന്റെ ആ ജീവിതത്തിന്റെ വരകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഷമീർ ദാരിമി 1 മണിക്കൂറോ 2 മണിക്കൂറോ വഅദ് പറയണമെന്നൊന്നുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന, ഹബീബായ തങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമുക്കറിയാം, പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഇവിടത്തെ ഒരവസ്ഥ എനിക്കറിയില്ലെങ്കിലും പണ്ട് കാസറ്റായിരുന്നു. ഏതെങ്കിലൊക്കെ ഉസ്താദുമാരുടെ പണ്ടത്തെ പ്രഭാഷണങ്ങൾ കേട്ടാൽ, അന്ന് യൂട്യൂബ് ഒന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഏതൊരു വീടിന്റെ പരിസരത്ത് കൂടെ കടന്നുപോയാലും ഒന്നുകിൽ ഉമ്മയെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ ബാപ്പയെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ മണിമുത്തിനെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ മക്കളെ പറ്റി പറയുന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ പണ്ട് ടേപ്പിനകത്ത് കാസറ്റ് ഇട്ടുകൊണ്ട് കേട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറിപ്പോയി. കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കും തോറും മനുഷ്യന്റെ ബുദ്ധിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തിന്റെ ഓരോ ചരിത്രങ്ങൾ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോഴും, അല്ലാഹുവേ, കാലഘട്ടം വളർന്നുകൊണ്ട് വന്നിരുന്ന സമയങ്ങളിൽ നമ്മുടെ ഓരോ ജീവിതങ്ങൾ നോക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന് സ്നേഹമുണ്ടോ എന്ന് തോന്നിക്കണം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് തോന്നിക്കണം. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഭാര്യയും ഭർത്താവുമാണ് എന്ന് തോന്നിപ്പിക്കുമായിരുന്നു. ഈ ഒരു കാലഘട്ടങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ ഉള്ളിൽ തന്നെ ഭർത്താവിനെ അതിങ്ങെടുത്തിട്ട് വാടാന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. ദ്വീപിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ ഉണ്ട് ആചാര്യ? ഇല്ല, ആചാര്യ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇനിയിപ്പോ ഞാൻ പോയാൽ ആചാര്യക്ക് ഇവിടെ താമസിക്കണോ? അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏത് വഴിയാണെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോഴാണ് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഭർത്താവാകേണ്ടുന്നതെന്ന് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളുണ്ടല്ലോ, ഖിയാറുക്കും ഖിയാറുകുൽ ലിഅഹ്ലി വഅന ഖൈറുക്കും ലിഅഹ്ലിഹി. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ലവനാരെന്നറിയോ? പടച്ചവനെ ഒരുപാട് നിസ്കരിക്കുന്നുവെന്ന് പറയുന്നവനല്ല, ഒരുപാട് നോമ്പ് നോക്കുന്നുവെന്ന് പറയുന്നവനല്ല, ഏത് സമയത്തും പടച്ചവന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നുവെന്ന് പറയുന്നവനല്ല. നാട്ടുകാർക്ക് മുഴുവനും നല്ലവനാണ്, നാട്ടുകാർ മുഴുവനും അവനെ പറ്റി നല്ല അഭിപ്രായമാണ്, നാട്ടുകാർ മുഴുവനും അവനെന്ന് പറഞ്ഞ ജീവനാണ്. എന്നാൽ ആരാണ് ഏറ്റവും നല്ലവനെന്ന് പറയേണ്ടുന്ന എന്നറിയോ? വഴിയോരത്തു നിന്നുകൊണ്ടാണെങ്കിലും അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്റെ ഇണം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു സന്തോഷം തന്ന ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിന്റെ വഴിത്താരയിലേക്ക് അല്ലാഹു ഒരു ഉടമ്പടി നിശ്ചയിച്ചിട്ടുണ്ട് മോനെ. ഏതാണ് ഉടമ്പടി എന്നറിയോ? അവിടുന്ന് പുതുമാരന്റെ കൈപിടിച്ചിട്ട് വാപ്പ ചൊല്ലിത്തരുന്ന ഒരു ഉടമ്പടിയാ, ഒരു ഉടമ്പടിയാ അത്. ഉസവ്വിജുക അലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വഅൻഗഹതുക ബിന്ദി. അല്ലാഹുവേ, ഓരോ പ്രിയപ്പെട്ട ഉപ്പ പുതുപെണ്ണിന്റെ കൈ പിടിച്ചിട്ട് പോകുന്ന ആ ഒരു ദിവസത്തെ സന്തോഷം മാത്രം പോരാ ഒരു ഭർത്താവിന്റെ ജീവിതത്തില്. അത് ഏതുവരെ എന്നറിയുമോ? ഇലൽ ഖുബൂർ, 6 അടി മണ്ണാകുന്ന കബറിന്റെ കത്തട്ടിലേക്കൊന്ന് കൊണ്ടുവെക്കുമല്ലോ. അന്നത്തെ സ്നേഹത്തെക്കാൾ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയില് അടങ്ങാത്ത അനുരാഗത്തിന്റെ അലമാലകൾ മുഴുവനും കടന്നു വരണം. അങ്ങനാണ് ജീവിതത്തിന്റെ വഴികൾ കടന്നു പോകാനുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഉപ്പമാര് നിക്കാഹ് അവിടന്ന് ചെയ്യുകയാണ്. 16 കൊല്ലവും 17 കൊല്ലവും 18 കൊല്ലവും അവിടന്ന് വളർത്തിപ്പോയ പൊന്നുമകളെ കയ്യിലേപ്പിക്കുമ്പോ വാപ്പ പറയാണ്, ഉസവ്വിജുക അലാമാ അമറല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ ഉടമ്പടിയാണ്. അലാമാ അമറല്ലാഹ്, അല്ലാഹു കൽപ്പിച്ചതുപോലെയാണ്, റബ്ബ് പറഞ്ഞതുപോലെ ഇണയാക്കി നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ്. പഠിച്ചവനെ, ആ ഒരു സമയത്ത് കബൾത്തുവെന്ന് പറഞ്ഞ് ഞാനത് സ്വീകരിച്ചല്ലോ, അങ്ങവിടം എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്ന പൊന്നുമോള് നല്ലതുപോലെ നോക്കാ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിന്റെ വഴികളിലൂടെ വലിച്ചു കൊണ്ടുപോയിട്ട് 1 മാസം കഴിയുമ്പോ തലാഖിന്റെ വഴിയിലൂടെ പോവുകയാ, 1 മാസം കഴിയുമ്പോ വേർപിരിയുകയാണ്. പടച്ച റബ്ബേ, അധികകാലം മക്കള് ജീവിതത്തിന്റെ നല്ല വഴികളിലൂടെ കടന്നു പോകുന്നില്ല. ഇതെന്റെ വാക്കല്ല, ഒരു കാലഘട്ടം വരും. മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ഒരുപാട് തലാഖുകൾ സംഭവിക്കും, ഒരുപാട് ഫസ്ഖുകൾ സംഭവിക്കും. രണ്ടും രണ്ടാണ് ഇല്ലേ? ഭർത്താവ് ഭാര്യയെ അവിടുന്ന് ത്വലാഖ് ചൊല്ലി ഭാര്യക്ക് ചെലവിന് കൊടുക്കാതെ, ഭാര്യയുടെ അവകാശങ്ങൾ നോക്കാതെ, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കാതെ നടക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യക്ക് ഫസ്ഖ് ചെയ്യാനുള്ള വിധിയുണ്ട്. ഇനിയിപ്പോ ഇതും ചോദിച്ചിട്ട് നാളെ അങ്ങോട്ട് വരരുത്, ഉസ്താദ് അതൊന്ന് പറഞ്ഞു തന്നാ വലിയ റാഹത്തായിരുന്നു. അല്ല, ചിലപ്പോ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. കുടുംബ ബന്ധം വേർപിരിഞ്ഞാൽ, ത്വലാഖിന്റെ വക്കിലെത്തിയാൽ അത് അള്ളാഹുവിന്റെ അർശ് പോലും ചലിക്കുന്ന കേസാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടങ്ങള്, ഇത് ചില്ലറ കളിയല്ല, ചില്ലറ കാര്യല്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ മുത്ത് അഷ്റഫുൽ ഖൽഖ് നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
മദീനയുടെ മുത്തല്ലേ. കരഞ്ഞു കരഞ്ഞു മനസ്സു കൊതിച്ച് കഥകൾ പറയണം. കരള് പറിച്ചു കൊടുത്തു ഹബീബിനിഷ്കു വാങ്ങണം. അങ്ങനെ അശിക്കായി തീരണം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നൂടെ പോകണം. നടന്ന് നടന്ന് മുത്തിന്റെ ചാരത്ത് ഒന്നൂടെ ചൊല്ലണം. മദീനയുടെ മണിമുത്ത് പഠിപ്പിക്കാത്ത ഇല്ലല്ലോ എന്റെ ചെറുപ്പക്കാരാ. ഇത് റസൂലുള്ളാഹിന്റെ വാക്കാണ്. കേവലം അവിടെ ഒരു പ്രഭാഷണത്തിന്റെ കൊഴുപ്പിന് വേണ്ടിയിട്ട് കിൽത്താദ്വീപിന്റെ മണ്ണിൽ വന്നിട്ട് പുലമ്പിയിട്ട് പോകാൻ വന്നതല്ല. ചെറുപ്പക്കാരാ, ആദ്യം എന്റെ ജീവിതത്തിലും പിന്നെ നിങ്ങളുടെ ജീവിതത്തിലും വരാനാ. പ്രിയപ്പെട്ട വാപ്പ അവിടെ നിന്ന് കൈപിടിച്ചു തരുമ്പോ, മോനെ എന്റെ കരളിന്റെ കരളിനെയാട്, എന്റെ തങ്കക്കുടത്തെയാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ഒരു പോറല് വരുത്തല്ലേ. അവക്കെന്തെങ്കിലും കുറവ് സംഭവിച്ചു പോയാല്, അവക്കെന്തെങ്കിലും ന്യൂനത വന്നു പോയാ അവളെ അടിക്കല്ലേ, അവളെ ചീത്ത വിളിക്കല്ലേ, അവളെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ കയ്യിലേക്ക് അങ്ങ് തിരിച്ചേൽപ്പിക്കണേ പൊന്നുമോനെ. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ രാജകുമാരനായ നബി തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന കരളിന്റെ കഷണമായ പൊന്നുമകളെ അവിടെ നിന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ അലിയാർ തങ്ങളുടെ കൈപിടിച്ചിട്ട് പറഞ്ഞലിയേ, ഇതെന്റെ ജീവന്റെ ജീവനാണലിയേ, എന്റെ തങ്കക്കുടമാണലിയേ. എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് എന്റെ ഫാത്തിമ ചെയ്ത മാപ്പ് കൊടുക്കണേ അലിയേ. റസൂലുള്ളാഹി തങ്ങള് അലിയാർ തങ്ങളോട് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ വാപ്പമാര് നിക്കാഹ് അങ്ങോട്ട് കഴിപ്പിച്ചു കൊടുക്കുമ്പോ പിന്നെ മരുമോന്റെ അല്ലെ, നമ്മൾ ഈ ചില സ്ഥലത്ത് നിക്കാഹിന് പോയിരിക്കുമ്പോ ഈ നമ്മൾ ഉസ്താദുമാർ പറയുന്നത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കാൻ പറയും. ഉടമ്പടിയാണല്ലോ. ഈ ചെറുക്കന്റെ വാപ്പാടത്ത് പറയും, നിങ്ങൾ നേരെ മുഖത്ത് നോക്ക്, രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ പറയും. സുബ്ഹാനല്ലാഹ്, ചെറുക്കനിക്ക് അമ്മോഷന്റെ മുഖത്ത് നോക്കുമ്പോൾ നാണക്കേട്, അമ്മോഷന് ചെറുക്കന്റെ മുഖത്ത് നോക്കുമ്പോഴും നാണക്കേട്. രണ്ടുപേരും തലവനിച്ചിരിക്കും അല്ലേ. പിന്നെ ചൊല്ലിക്കൊടുക്കുന്ന അച്ചപ്പത്തേക്ക് ചപ്പക്കത്തൊക്കെ പറയുന്നത് സംഭവിപ്പിക്കും. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ല സന്തോഷാണ്. ജീവിതത്തിന്റെ ഏറ്റവും നല്ല ആനന്ദമാണ്. റബ്ബ് ഇളക്കി ചേർക്കാൻ അല്ലാഹു അല്ലാഹ് പറഞ്ഞിട്ടുണ്ടതാണ്. അള്ളാന്റെ കൽപ്പനയാണ്. അതൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ആര് ലംഘിക്കുന്നോ റബ്ബിന്റെ അർശ് ചലിക്കും. ഇല്ലേ, അള്ളാഹുവിന്റെ അർശ് ചലിക്കും. അത് നമ്മൾ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കാം. എന്തിനാണ് അവിടെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അലിയേ, അവള് പാപമാണ്. എന്റെ ഉമ്മമാരെ കാലഘട്ടം മാറിപ്പോയി. ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. ത്വലാഖുകൾ സംഭവിക്കുന്ന കാലഘട്ടം പറയുമ്പോ ഉമൈർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ത്വലാഖുകൾ അധികരിപ്പിക്കുന്ന സമയം വരുമ്പോ എന്തേ കാരണമെന്നറിയുമോ? അതിൽ മാതാവ് വലിയ പങ്കുണ്ടല്ലോ, പിതാവ് നല്ല പങ്കുണ്ടല്ലോ. അതെങ്ങനാണെന്ന് ചോദിച്ചാൽ എന്റെ പെങ്ങളെ, എന്റെ വാപ്പമാരെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നാല് ആ പെൺകുട്ടി സന്ധ്യ സമയത്ത് യാസീൻ ഓതുകയാ, വാഖിഅ ഓതുകയാണ്, ഇഖ്ലാസ് ഓതുകയാണ്, നിസ്കരിക്കുകയാണ്, നല്ലതുപോലെ മുന്നോട്ട് കടന്നു പോവുകയാ. ഇന്നെവിടെയാ നമുക്കൊന്ന് സമയമുള്ളത്? എന്റെ ഉമ്മ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ സന്നദ്ധനല്ല, നിങ്ങളെ കളിയാക്കാൻ സന്നദ്ധനല്ല. അല്ലാഹുവേ, വീടിന്റെ കത്തട്ടിലുള്ള മക്കൾക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. എന്റെ ഉമ്മമാരെ കളിയാക്കുന്നുവെന്ന് പറയല്ലേ. എന്തിനും മക്കളുടെ മുമ്പിൽ വെച്ച് വിളമ്പിയിട്ട് ഉമ്മമാര് കൊടുക്കുമ്പോഴും അല്ലാഹുവേ, യൂട്യൂബിന്റെ ഫേസ്ബുക്കിന്റെ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിലൂടെ കടക്കുമ്പോ, ടെലഗ്രാമിന്റെ
റീലിന്റെ പിന്നിലൂടെ കടക്കുമ്പോ, ഇൻസ്റ്റയുടെ പിന്നിലൂടെ മനുഷ്യന്മാര് കടന്നു പോകുമ്പോ അവരുമ്മ കാണിക്കുന്നത്, ഉമ്മ പറയുന്നത്, ഉമ്മ ഓതുന്നത്, ഉമ്മ നിസ്കരിക്കുന്നത് കാണാൻ ഈ കാലഘട്ടത്തിന്റെ പെൺമക്കൾക്ക് സമയമില്ലാതെ പോയി. ഇത് പറയുമ്പോഴെന്നോട് വെറുപ്പ് വെക്കാനല്ല പെങ്ങന്മാരെ, സ്വന്തമായിട്ടൊന്ന് ബുദ്ധി കൊടുത്തൊന്ന് ചിന്തിച്ചു നോക്ക്. അവസാനം ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, എന്റെ യുവതികളോട്, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിന്റെ റീൽസ് അല്ല മോനെ നിന്റെ ജീവിതം. ഈ കാലഘട്ടത്തിന്റെ റീൽസ് അല്ല പൊന്നുമോളെ നിന്റെ ജീവിതം. നിന്റെ ഉമ്മയിലൂടെ പഠിച്ചോ, നിന്റെ ബാപ്പയിലൂടെ പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലൂടെ പഠിച്ചോ. ഇന്നവിടുന്ന് ഇന്നലെ വഴക്കുണ്ടാക്കിയിട്ട്, പാതിരാത്രി വഴക്കുണ്ടാക്കിയിട്ട് കിടന്ന ഭാര്യയും ഭർത്താവും യൂട്യൂബിലൂടെ അവിടെ നിന്ന് റീൽസ് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ അവരെക്കാൾ സ്നേഹമുള്ളൊരു ഭാര്യ ഉണ്ടാകില്ലല്ലോ, അവരെക്കാൾ സ്നേഹമുള്ള ഭർത്താവ് ഉണ്ടാകില്ലല്ലോ. ഇത് കണ്ടിട്ട് പറയും, കണ്ടോ നിങ്ങള്, ഇതൊന്ന് കണ്ടുപഠിച്ചോ എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് കിടക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള പാഠം ഈ കാലഘട്ടത്തിന്റെ റീൽസ് അല്ല പെങ്ങളെ, പിന്നെ ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതമാണ്. ഇല്ലേ? ഇന്നിപ്പോ ഞാൻ ഇത് പറയാതെ നല്ലതുപോലെ നിങ്ങൾക്കറിയാം. ഇന്നിപ്പോ നമ്മൾ നേരം വെളുത്ത് നമ്മുടെ മൊബൈൽ നോക്കിയപ്പോ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉസ്താദ് നോക്കൂല, നമ്മളൊക്കെ നോക്കും, നമ്മളെല്ലാരും നോക്കും. നേരം വെളുത്ത് എടുത്ത് നോക്കുമ്പോ ഇപ്പൊ അടുത്ത നമ്മൾ കണ്ടു, നമുക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ നൽകിയ ഒരാളുണ്ടായിരുന്നു, ഒരു ഫാദർ അല്ലേ. അവസാനം നിങ്ങൾ നല്ല ഭാര്യയാകണം, ഭാര്യന്റെ ക്ലാസ് അതിനേക്കാളും മെച്ചം. എന്താ? നേരം വെളുത്ത് എഴുന്നേറ്റാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടേക്കണ? എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുണ്ടോ? ഭാര്യ ഭയങ്കര വിടല്, ഭർത്താവ് അടുത്ത ക്ലാസ്സിൽ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുണ്ടോ? 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഭാര്യ തലയെല്ലാം അടിച്ചു പൊട്ടിച്ച് അയാൾ എന്നെ അടിച്ചു. ഈ ക്ലാസ് കൊടുത്ത ആളുകൾ തന്നെ റീൽസ് ഒക്കെ ഭയങ്കര സെറ്റപ്പില്. റീൽസ് അല്ല പെങ്ങളെ ഈ കാലഘട്ടത്തിന്റെ ജീവിതം. ഇന്ന് നമ്മുടെ ഉമ്മമാരെ ഞാൻ കുറ്റപ്പെടുത്തല്ല, ഞാനും നിങ്ങളും, ഞാൻ നിങ്ങളെ മാത്രമല്ല ഞാനും നിങ്ങളും ഇന്നിപ്പോ നേരം വെളുത്ത് എന്താണോ നമ്മുടെ മൊബൈലിൽ കാണുന്നത് അതാണ് ശരി, എന്താണോ ഇൻസ്റ്റയിൽ കാണുന്നത് അതാണ് ശരി. അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങോട്ട് മെച്ചപ്പെടുത്തും അല്ലേ. ഇൻസ്റ്റയിൽ റീൽ കണ്ടു, അതിനകത്തൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നുണ്ട് അല്ലെ, എന്താ വിളിക്കുന്ന, എന്തെങ്കിലും ഒരു പേരിട്ട് വിളിച്ചു, ആ പേര് പിറ്റേ ദിവസം ഞാനിങ്ങനെ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഭർത്താവ് എനിക്കെന്തോ കുഴപ്പം, മിണ്ടാൻ പറ്റൂല, സാധു സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ, എനിക്കെന്തോ കുഴപ്പം, നിങ്ങൾ വിളിച്ചോ അല്ലേ. ഇന്ന് അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു അഡിക്റ്റായി മനുഷ്യന്മാര് മാറിയിരിക്കാൻ. ചിന്തിച്ചു നോക്കിക്കേ ഇല്ലേ, മുത്തുനബിയെ പറ്റിയിട്ട് ചിന്തിച്ച്. അതിൻ്റെ ഇടയ്ക്കിൽ ഈ റീൽസുകൾ ഇങ്ങനെ കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ വരും, ഒറ്റ നീക്കലാണ്. അതിപ്പോ നമ്മൾ എപ്പോഴും കേൾക്കുന്നല്ലേ. റസൂലുള്ളാഹിന്റെ ചരിത്രം വരും, ഒറ്റ നീക്കലാണ്. ഉസ്താദുമാര് പറഞ്ഞ മസാല വരും, ഈ ചങ്ങായിക്ക് വേറെ പണിയില്ല, അതും വിടും. അപ്പൊ കാണാൻ അടുത്തത് ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം, ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇടാൻ. പൊന്നാര പെങ്ങളെ ഒക്കെ അഭിനയാണ്, എല്ലാ അഭിനയാണ്. ഈ റീൽസ് കഴിഞ്ഞ് 10 മിനിറ്റിൽ അവർ അടിയുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അതല്ല നമ്മുടെ ജീവിതം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതമാണ്, റസൂലുള്ളാഹിന്റെ ജീവിതമാണ്. എന്റെ ചെറുപ്പക്കാരാ, ഉമ്മമാരിലേക്ക് ഞാനെന്ന് കടന്നു പോകുന്നില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനേറെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അലിയേ എന്റെ പൊന്നുമോളെ ഉപദ്രവിക്കല്ലേ അലിയേ, എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ. കല്യാണം കഴിഞ്ഞ 1 മാസം കഴിയുമ്പോ, 2 മാസം കഴിയുമ്പോ പിന്നെ ഭാര്യ വിളിക്കാൻ നമുക്ക് സമയമില്ലല്ലോ, അവരോട് സമയം പങ്കിടാൻ നമുക്ക് സമയമില്ലല്ലോ, അവരോട് വർത്തമാനം പറയാൻ നമുക്ക് സമയമില്ലല്ലോ. പ്രിയപ്പെട്ടവൾ അവർ നോക്ക് കാണണമെന്ന് നമുക്ക് മനസ്സില്ലല്ലോ. എപ്പോഴാണ് ഭാര്യയുടെ വിലയറിയുന്ന എന്നറിയോ? അവര് കണ്ണിൽ നിന്ന് മറയുമ്പോഴാ.
നമ്മുടെ ഭാര്യമാര് കണ്ണിൽ നിന്ന് വിട പറയുമ്പോ 6 അടി മണ്ണിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോഴാണ് നിന്റെ ഭാര്യയുടെ ബല നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തിനേറെ കരഞ്ഞില്ലേ റസൂലുള്ളാഹി തങ്ങള് ഇരുന്ന് കൊണ്ട് കരയുമ്പോ ഫബക്കാ ബുകാൻ ശദീദാ. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. എന്തിനാണ് കരയുന്നതെന്നറിയോ? പ്രിയപ്പെട്ട ഖദീജ ബീവിയെ ഓർത്തിട്ടാണ്. പഠിച്ചവനെ, സമ്പത്തിന്റെ സിംഹഭാഗവും എനിക്ക് തന്നുപോയ എന്റെ ഖദീജയാ എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞ സങ്കടമോർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പോലും കരഞ്ഞു പോയല്ലോ എന്റെ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ആ പ്രിയപ്പെട്ടവൾക്കൊന്ന് സ്നേഹം കൊടുക്കാൻ പറ്റുമോ? അവളുടെ കണ്ണൊന്നു നിറഞ്ഞ വീടിന്റെ കത്തട്ടിൽ നിന്റെ ഭാര്യ കരഞ്ഞിട്ടിരിക്കുകയാണെന്ന് തോന്നിയാ അവള് തോളത്തോടൊന്ന് കൈയിട്ടിട്ട് അവളുടെ കണ്ണുകളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീരൊന്ന് തുടക്ക. എന്റെ ചെറുപ്പക്കാരെ, നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യയോട് നിനക്കെന്ത് പറ്റി മോളെ, എന്നോടൊന്ന് പറഞ്ഞോ, ഞാനൊരാണൊരുത്തൻ ഇവിടെയുണ്ടല്ലോ, നിനക്കെന്ത് വേണോ പരിഹരിച്ചു തരാമല്ലോ. നീ സങ്കടപ്പെടണ്ട, നീ വേദനിക്കണ്ട. നിനക്ക് ഭർത്താവെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട വാപ്പയോടല്ല പിന്നെ ആ പെണ്ണ് പറയുന്നത്, ഉമ്മയോടല്ല പറയുന്നത്, ഭർത്താവെന്ന് പറയുന്ന നിങ്ങളോടാണ്. അവരുടെ സങ്കടങ്ങൾ പറയാ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ നിനക്ക് ഏത് സമയം നോക്കിയാലും ഇതേ ഉള്ളോ. അല്ലേ, ചില ഭർത്താവിനോട് അല്ലെ ഭാര്യമാർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. എന്തെങ്കിലൊക്കെ സങ്കടം വന്നാല് ഭർത്താവിനോടൊന്ന് പറഞ്ഞേക്കാം. ഈ ഭർത്താവിനോട് പറയാൻ വേണ്ടി പോകുമ്പോ ഭർത്താവിനോട് വലിയ സന്തോഷത്തില് ഇക്ക ഇന്നതുപോലെ കുറച്ച് സങ്കടമുണ്ട്, അതിന് ചില ഇവിടുത്തെ നാട്ടുകാരങ്ങനെയില്ല. ഇവിടെ അൽഹംദുലില്ലാ റാഹത്തായി. എന്റെ നാട്ടിന്റെ കഥ പറയാൻ ഇന്നതുപോലെ കുറച്ച് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിന് ഞാനെന്ത് വേണം? അതിനിപ്പോ ഞാനെന്ത് വേണം? എന്റെ ഉമ്മയും വാപ്പായൊക്കെ ഇല്ല, അവരോട് പറയും. എന്നാ പിന്നെ കല്യാണം കഴിക്കേണ്ടവരാണ് ഇല്ലേ? അവരോട് പറഞ്ഞ അവര് ചെയ്തു തരൂല്ലേ? ചില ആളുകൾ പറയും, ചില ആളുകൾക്ക് ഭാര്യമാരോട് മിണ്ടാനുള്ള സമയമില്ല, അവരെ കേൾക്കാനുള്ള സമയമില്ല. അവരുടെ സങ്കടങ്ങളും അവരുടെ സന്തോഷങ്ങളും അല്ല ഞാൻ പറയാൻ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ പിന്നെ ദ്വീപിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ഭർത്താക്കന്മാർ ചെറുപ്പക്കാർ ഭാര്യയെ ഒന്ന് ബൈക്കിന്റെ പുറത്തൊന്ന് കയറ്റിയിരുത്തി ഇതിലേക്കൂടെ ഒന്ന് കൊണ്ടിങ്ങനെ കറങ്ങി വരുമ്പോ അതൊരു തെറ്റായിട്ടൊന്നും ഞാൻ പറയില്ല, അതൊക്കെ അവർക്കൊരു സന്തോഷം തന്നെയാണ്. എല്ലാം ചെയ്യേണ്ടുന്ന കോലത്തിൽ ചെയ്ത സന്തോഷാണ് ഇല്ലേ? കടലിന്റെ അടുക്കലൊക്കെ ഒന്ന് പോയിരുന്ന കടലിന്റെ തിരമാലയൊക്കെ ഒന്ന് എണ്ണി അൽഹംദുലില്ലാ റാഹത്തൊക്കെ ആയി സന്തോഷമായി ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് കുറച്ചേരം വർത്താനം പറയാൻ. ആ വർത്താനം പറയുന്നതിന്റെ ഇടയില് അള്ളാന്റെ മലക്കുകൾ ഇങ്ങനെ നോക്കാൻ. കണ്ടില്ലേ പടച്ചോനെ, ഭാര്യയും ഭർത്താവും അല്ലെ മവദ്ദത്തം വറഹ്മ, സ്നേഹം, രണ്ടുപേര് സ്നേഹത്തോടെ വർത്താനം പറയാൻ. ചില ആളുകൾ വർത്താനം പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന അറിയോ ഭയങ്കര സ്നേഹം, രണ്ടുപേരും പൊരിഞ്ഞടിയായിരിക്കും. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര എന്തോ വലിയ കാര്യം പറയണമെന്നാണ് ഇല്ലേ? അവരെ കേൾക്കാൻ നബി തങ്ങൾ പറയാണ്, അവരെ കേൾക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുമോ? എന്തിനേറെ അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു പോവുകയാണ്. മുസ്തഫ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു അല്ലാഹുവിന്റെ നബിയേ, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, ഭാര്യമാരോടുള്ള കടമകളെന്ന് പറയോ, ഭാര്യയോടുള്ള കടപ്പാട് പറയോ? ഉടൻ തന്നെ അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അൻതുഇമഹാ ഇദാ തുഇംത വതക്സൂഹാ ഇദാ തസൈത
വലാ തദ്രിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്. ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ മണിമുത്ത് പറയാട് അന്തുഇമഹാ ഇദാ തുഇംത. നീ എവിടെന്ന് ഭക്ഷണം കഴിക്കുകയാണോ, നീ എവിടെന്ന് എന്ത് കഴിക്കുന്നോ, അത് നിന്റെ ഭാര്യയ്ക്ക് കൂടെ നീ ഒന്ന് കൊണ്ടുവന്നിട്ട് കൊടുക്കുമോ? പടച്ചവനെ, ഇവിടെ പ്രിയപ്പെട്ടവള് നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, എല്ലാം മുറിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് രാത്രിയിൽ ഭർത്താവിനെ കാത്തിരിക്കുമ്പോ ഭർത്താവ് അവിടെ നിന്ന് വന്നിട്ട് പറയാണ്, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം കഴിച്ചിട്ടുണ്ട്. എടാ ചെറുപ്പക്കാരാ, നിനക്കവളോട് നേരത്തെ വന്ന് പറയാമായിരുന്നല്ലോ, ഇന്നെനിക്ക് ഭക്ഷണം വേണ്ട മോളെ, പാതിരാത്രി എനിക്ക് ഭക്ഷണം കരുതി വെക്കണ്ട, ഇന്ന് ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വരും. അങ്ങനെ പറഞ്ഞാ പോലും ഇതാ നീ കഴിക്കുന്ന ഏതൊരു ഭക്ഷണമാണോ ആ ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൂടെ ഒരു പൊതിയെടുക്കാമോ, അത് നിന്റെ ഭാര്യയ്ക്ക് കൂടെ കൊണ്ടുവന്നിട്ട് കൊടുക്കാമോ? എന്തേ കാരണമെന്നറിയോ? നിന്നെ വിശ്വസിച്ച റബ്ബ് നിന്നെ ഏൽപ്പിച്ചവളാണ്, അതുകൊണ്ട് അവക്കൊരു കുറവ് വരാൻ പാടില്ല. അല്ലെങ്കിൽ നീ അവളോട് പറയുകയാണ്, മോളെ ഇന്ന് രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കണ്ട, ഇന്ന് രാത്രി നീ ഒന്നും ചെയ്യണ്ട, ഇൻഷാ അല്ലാഹ് നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഇതെന്റെ വാക്കല്ല, മദീനയുടെ മണിമുത്ത് നബിയുനാ റസൂലുള്ളാഹി റക്കെന്ന് പറയും, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബിയുടെ വാക്ക്. ഭാര്യയോട് പറയണം, മോളെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ. ഈ തൊട്ടടുത്ത് അതൊരു തമാശ രൂപത്തിലാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും ഇല്ലേ, ഭാര്യ എന്നും പറയും, നമുക്ക് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം, പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഭർത്താവ് ഇത് കേട്ട് മടുത്തു. അങ്ങനെ ഭക്ഷണം ആദ്യം എടുത്ത് വെക്ക്, നമുക്ക് പുറത്തു പോകാന്ന് പറഞ്ഞു. ആദ്യം ഭക്ഷണം എടുത്തിട്ട് ഭാര്യ എടുത്ത് പറഞ്ഞു, നീ ഒരുങ്ങാൻ പറഞ്ഞു. ഒരുങ്ങിയിട്ട് ഭാര്യ പുറത്തിറങ്ങി, ഭർത്താവ് വെളിയിൽ നിന്ന് പൂട്ടി, ജനാല തുറന്നിട്ടിട്ട് ഭർത്താവ് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ജനാലയുടെ കമ്പിയുടെ ഇടയിൽ കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ നീ പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനത്തെ ടീമുണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനത്തെ ടീമുണ്ട്. നബി തങ്ങൾ പറയാണ്, നീ കഴിച്ചാൽ അല്ലേ ഒരു ജ്യൂസ് കുടിക്കാൻ ഓർമ്മ വേണം, പടച്ചോനെ എന്റെ പാതി, അങ്ങനെയാണ് എന്റെ പകുതിയാണത്, അത് വീട്ടിലുണ്ട്, അവക്കൂടെ ഒരു ജ്യൂസ് കൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ 1 കിലോ ഓറഞ്ച് മേടിച്ചാല് അവക്കും കൂടെ കൊണ്ടു കൊടുത്താൽ 2 ജ്യൂസ് കിട്ടില്ല, അവളും കുടിക്കും ഞാനും കുടിക്കും, അതൊരു സന്തോഷമാണ് ഇല്ലേ. എല്ലാം നമ്മൾ നന്മയിലേക്ക് വരണം അല്ലെ. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം പടച്ചോനെ അവര് സാധുക്കള, ഞാനല്ലാതെ ആര് കൊടുക്കാനാണ്? ഭർത്താക്കന്മാര് പേടിക്കണ്ട, നാളെ ഇൻഷാ അല്ലാഹ് നേരെ ഉൾട്ടടിക്കും. ഇന്നിപ്പം നമ്മളൊന്ന് ക്ഷമിക്കുക അല്ലേ. അപ്പൊ എന്ത് കിട്ടുമ്പോഴും പടച്ചോനെ അവക്കൂടൊന്ന് കൊടുക്കാലോ. അതാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്. എന്തിനെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു വേള ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കൊന്ന് കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ വിശക്കുന്നുണ്ട്, നബി തങ്ങൾക്ക് വല്ലാത്ത വിശപ്പാട്. റസൂലുള്ളാഹി തങ്ങൾ കടന്നു വരുന്നുണ്ട്, വന്നുകൊണ്ട് പറയുന്നു, ആയിഷ വിശക്കുന്നു മോളെ ആയിഷ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ആരാണ് ആയിഷ ബീവി എന്നറിയോ? ലംഘിടും പൊന്നാരമേ മധുഹോദിടാനേ പുണ്യശുദ്ധിക്കവരെ പൂമകളായി വന്നതാണേ. പൂനിലാവേ പൂമണമേ ആയിഷ ബി കനവിലുദിത്ത താരകമായിടും നിറഞ്ഞ പൂവി. ലംഘിടും നീലാവിലെ സ്തുതിയോതിടാനേ കൽവായി വീശിടുന്ന പൂമണമേ ആയിഷ ബി. ഒന്നു തിന്നാമോ നബിയെ, ഒന്നു തിന്നാമോ? ഇവിടിരിക്കാമോ ചാരത്തും നിരിക്കാമോ? മുത്തൊളി
തുള്ളി മഹബൂബരെ കൈകൾ പിടിച്ചേ ആയിഷ ബീവിയോരു ഇരുത്തി ഭക്ഷണം ഏറ്റിടുന്നേ. അള്ളാന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് എന്റെ പെങ്ങളെ ശ്രദ്ധിച്ചോ, എന്റെ കരളിന്റെ കഷണങ്ങളായ അള്ളാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, വിവാഹത്തിന് വേണ്ടി അവിടെ നിന്ന് ഒരുക്കമെടുക്കുന്ന ചെറുപ്പക്കാരാ, വിവാഹം കഴിഞ്ഞ് 1 കൊല്ലമായ 2 കൊല്ലമായ 3 കൊല്ലമായ ചെറുപ്പക്കാരെ പഠിച്ചോ. അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ 3 റൊട്ടി കഷണങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാന്റെ റസൂൽ വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് ആ ഭക്ഷണം അങ്ങ് കഴിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചിട്ടില്ല. ആ ഭക്ഷണം അങ്ങ് കഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഫബകാ ബുകാഅൻ ശദീദാ, പടച്ചവനെ റസൂലുള്ള കരയുകയാണ്. റസൂലുള്ളാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, ഹബീബായ തങ്ങളുടെ താടി രോമങ്ങൾ നനയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മുസ്തഫായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ്, എന്തേ കരയുന്നത് നബിയേ? എന്നിൽ നിന്ന് വല്ലതും സംഭവിച്ചോ നബിയേ? ഈ പാപപ്പെട്ട ആയിഷയോട് ഒന്ന് പറയാമോ നബിയേ? ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ കണ്ണുനീര് തുടച്ചിട്ട് പറയാണ്, ആയിഷ, ആകപ്പാടെ 3 റൊട്ടി കഷണങ്ങളാ ഉണ്ടായിരുന്നത്. എന്നാൽ എന്റെ പൊന്നുമോളെ, അത് 3ഉം ഞാനങ്ങ് കഴിച്ചില്ലേ ആയിഷ? എന്റെ പൊന്നെ, നിന്നോട് എനിക്ക് ചോദിക്കാ, മറന്നുപോയി ആയിഷ, നീ എവിടെന്ന് കടിച്ചിട്ടില്ലല്ലോ ആയിഷ, എനിക്ക് പൊരുത്തം തരാമോ ആയിഷ? ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക. വിശപ്പിന്റെ കാഠിന്യത കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ കൊടുത്തുപോയ ആ റൊട്ടി കഷ്ണമെടുത്ത് കടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ കരയുകയാ. എന്റെ ആയിഷക്ക് കൊടുത്തില്ലല്ലോ, എന്റെ ആയിഷ പട്ടിണിയായല്ലോ എന്ന് പറഞ്ഞിട്ട് മദീനയുടെ മണിമുത്തങ്ങ് കരഞ്ഞു പോകുമ്പോ എന്റെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളോട് ചോദിക്കുകയാ, അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യമാണ് നമ്മുടെ കൂട്ടുകാര്. ആ കൂട്ടുകാരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമ്മൾ കടന്നു പോയിട്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോ നിന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് ചെറുപ്പക്കാരാ, അവക്കൊരു പൊതി നീ കൊണ്ടുവന്നോ? അല്ലെങ്കിലും ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. എന്തിനേറെ ഒരു വേള മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയാ, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഇന്നെന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ദിവസമാണ്. ഇന്നെന്റെ മനസ്സിന്റെ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ദിവസമാണ്. എന്തേ കാരണമെന്നറിയോ? നേരം വെളുത്ത് അടുക്കളയുടെ 4 ചുമരുകളുടെ ഉള്ളിൽ ഇരുന്ന് കരി കൊണ്ടിട്ട്, വെയിൽ കൊണ്ടിട്ട്, ചൂട് കൊണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഈ രാത്രി നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടന്നില്ലേ? അതെന്റെ മനസ്സിന് താങ്ങുന്നതിൽ അപ്പുറമാ. ഉടൻ തന്നെ തന്റെ പ്രിയപ്പെട്ടവരുടെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുത്തിട്ട് പറയാ, എന്റെ പൊന്നുമോളെ, ഇന്നത്തെ ഒരു ദിവസം നിനക്കൊന്ന് ക്ഷമിക്കാൻ പറ്റോ? ഇന്ന് മുതൽ നിന്റെ പ്രിയപ്പെട്ടവന് പുറത്തൊന്ന് കഴിക്കൂല. ഇനി കഴിച്ചാ തന്നെ നിന്നോട് പറയാതെ കഴിക്കൂല. ഇനി കഴിച്ചാ തന്നെ നിനക്ക് കൊണ്ടുവരാതെ ഇരിക്കൂല. അതാ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നത്, അന്തുതുഇമഹാ ഇദാ തുഇംത, നീ ഭക്ഷിച്ചു കഴിഞ്ഞാല് നിനക്ക് അല്ലാഹു തന്ന ഋണമുണ്ടല്ലോ, അവക്ക് കൂടെ നീ കൊടുക്കണം. അവക്ക് കൂടെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുക്കണം. നല്ല സന്തോഷത്തോടു കൂടി, അല്ലെ? ഒരു മിഠായി മേടിച്ച്, ഒന്നുമില്ല, ഒരു മിഠായി മേടിച്ചപ്പോ അതിൽ നിന്ന് ഒരെണ്ണം പോക്കറ്റിട്ടു. വീട്ടിൽ വന്നിട്ട് ഭാര്യന്റെ കയ്യിൽ ഒരെണ്ണം കൊടുത്തിട്ട് പറയുന്നു, നന്ദി കഴിച്ചു.
ഇന്ന നീ കഴിച്ചോ? ഇല്ലേ, ഈ ഒരു പറച്ചിൽ മതി. പടച്ചോൻ എന്നാലും കൊണ്ടുവന്നല്ലോ, എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവ എനിക്കിത് കൊണ്ട് തന്നല്ലോ എന്നൊരു ചിന്ത. ആ ഒരു ചിന്ത മതി നമുക്ക് നന്ന. ലോകത്തുള്ളവർ മുഴുവനും നമ്മളെ പറ്റി പറയുന്ന എന്താ? പടച്ചോനെ, മൂപ്പരെ കണക്ക് നല്ലൊരു മനുഷ്യൻ ലോകത്തില്ല. എന്തൊരു വിനയുള്ള മനുഷ്യൻ, ആരെ കണ്ടാലും നല്ല പുഞ്ചിരിച്ച്, ആരെ കണ്ടാലും നല്ല സ്നേഹത്തോടെ, ആരെ കണ്ടാലും ഭയങ്കര ഉഷാറോടെ. അവനൊന്ന് വീണുപോയാൽ ഞാൻ പിടിക്കണോ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഒരു ലഗേജ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കണോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടിയിട്ട് കടന്നു വരും. പക്ഷേ വീടിൻ്റെ അകത്തട്ടിലെ ഭാര്യ ആ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞ ഭർത്താവ്, നിന്റെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാ? അല്ലേ, നിന്റെ കയ്യിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാണ് ആദ്യം ആര് പറയണം? നമ്മളെ പറ്റി ലോകത്തുള്ളവര് മുഴുവനും പറയുന്നു, ഇവനെ പോലെ നല്ലവൻ ഒരാളില്ല. ലോകത്തുള്ളവരല്ല ആദ്യം പറയേണ്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. ഇത് ഷമീർ ദാരിമിയുടെ വാക്കല്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന് ഇത് കിട്ടണില്ല. നിങ്ങളുടെ സ്വലാത്താണ് എൻ്റെ ആവേശം. നബിയുനാ റസൂലുള്ളാഹി. പുന്നാരപ്പൂവിൻ്റെ കവിൾത്തടം എന്തൊരലങ്കാരം, പൊന്നോറിൻ്റെ പ്രഭാകിരണങ്ങൾ കിന്തു ചമൽക്കാരം. പുഞ്ചിരി കണ്ടാലതു മതിയല്ലോ ജീവ പുരസ്കാരം. പഞ്ചാര തിരുമേനി മണത്തവരിരു ജഗമിൽ താരം. എന്നാണെന്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ്. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. എന്നാണെന്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ്. ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. മർറ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. മർറ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. പുന്നാര പൂവിൻ്റെ കവിൾത്തടം എന്തൊരലങ്കാരം, പൊന്നോറിൻ്റെ പ്രഭാകിരണങ്ങൾ കെന്തു ചമൽക്കാരം. റബീഉൽ അവ്വലിനെ കാത്തിരിക്കുന്നവരാണ്. അല്ലാഹു അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അല്ലേ, റബിയെ കിട്ടണം. ഏറ്റവും കൂടുതൽ നമുക്ക് സ്വലാത്തുകൾ ചൊല്ലണം. റബീഉൽ അവ്വലിൽ മാത്രമല്ല കേട്ടോ സ്വലാത്ത്, എല്ലാ സമയത്തും സ്വലാത്ത് ഉണ്ടാക്കണം. അല്ലേ, ഞാനിങ്ങനെ ചോദിച്ചു നമ്മുടെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, പിന്നെ നമ്മൾ ആ ഒരു കഴിഞ്ഞ റബീഉൽ അവ്വലിന് വന്നപ്പോൾ ഒരു ഓളൊന്നുമില്ലല്ലോ, ഇതെന്താ സംഭവം? അപ്പോൾ ആളിൻ്റെ പേരൊന്നും പറയാനില്ല. മൂപ്പര് പറഞ്ഞു, ആ സമയത്ത് വന്നാൽ എല്ലാവരും ഒന്ന് ഉണരുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ബാക്കിയുള്ളവർക്ക് ഇപ്പം നല്ല ഉറക്കത്തിലാണോ? കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ഈ ദഫ് മുട്ടിയിട്ട് ഇവിടെ അത്താഴം കഴിക്കാൻ വിളിക്കും. ഇവിടെ അങ്ങനെ ഉണ്ടാ? ഇവിടെ ഇപ്പോഴും ഉണ്ടായിരുന്നു, പോയി. പണ്ടൊക്കെ എന്നല്ലേ ഓരോ വീട്ടിലും ഇപ്പം പിന്നെ ദഫ് മുട്ട. ഞാൻ വെച്ചിന് ഇപ്പം അങ്ങനെ വല്ലതും മുട്ടിയിട്ടെല്ലാം പോയിട്ട് ആൾക്കാരെ വിളിച്ചോണ്ട് വരാൻ അല്ല. അപ്പം ഏതായാലും അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരണം. സമയം 2 ദിവസമായി, സമയം ഇപ്പം കഴിയും. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യം പറഞ്ഞു. അപ്പം അതൊരു ആവേശം ഉണ്ടാവണം. ഉറക്കം ചൊല്ലിക്ക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു തആല നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്തുകൾ സ്വീകരിക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പൊന്നാര വാപ്പാരെ, എനിക്ക് ഈ പിന്നെ ദ്വീപിലെ ആളുകളോട് ഭയങ്കര സ്നേഹമാണ്, സത്യം. അല്ലെങ്കിൽ ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ സമയമൊക്കെയാണ്. ഈ സമയത്ത് ഇങ്ങോട്ട് കയറുന്നതിനേക്കാൾ അവിടെ കിടിലാണ്. പക്ഷെ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് വന്നത് അല്ലേ. പിന്നെ അൽഹംദുലില്ലാഹ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്നേഹിച്ചു കൊല്ലൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ തന്നെ അല്ലേ ആചാര്യ? നിങ്ങളത് ചിരിക്കണേ, വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാ? ഇല്ലല്ലേ. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്, ഉമ്മമാരൊക്കെ നല്ല ഭക്ഷണം അല്ലേ. ഞാനിവിടെ വന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല മത്സ്യം കഴിക്കാനാണ്.
കാരണം ഇവിടെ നല്ല ഫ്രഷ് സാധനം കിട്ടും. നമ്മുടെ നാട്ടിൽ നല്ല ഐസ കിട്ടുന്ന സാധനം ഉണ്ടാവുള്ളൂ. ഇവിടെ ആകുമ്പോൾ അൽഹംദുലില്ലാഹ് നല്ല ഫ്രഷ് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണ മീനൊക്കെ ഉണ്ടാവും അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ലേ? അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി മദീനയുടെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ ഇല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ? മരിക്കാൻ എവിടെന്ന് കൊതിക്കാൻ പാടില്ല, മരണത്തെ ആഗ്രഹിക്കാൻ ഒരു മനുഷ്യനും പാടില്ലല്ലോ. പക്ഷേ മരണത്തെ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്, മരണത്തെ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതേതാണ് സ്ഥലമെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരന്റെ പരിശുദ്ധമായ മദീന. ആ പവിത്രമായ മദീനയിലുള്ള ജന്നത്തുൽ ബഖീ ഉണ്ടല്ലോ, ആ ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനില് മരിക്കാനൊന്ന് കൊതിക്കണം ചെറുപ്പക്കാരാ. അവിടെ വന്ന് വീഴാനൊന്ന് കൊതിക്കണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ മരണപ്പെടുന്നവർക്ക് ആരുടെ ശഫാഅത്താണ് കിട്ടുന്നത്? ലോകത്തിന്റെ മണിദീപമേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്. അതുകൊണ്ടാണ് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, പക്ഷേ മദീനത്തെ ആഗ്രഹിക്കണമെന്ന് പറയുന്നത്. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മദീനയുള്ളൂ. അപ്പൊ ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോ വെറുതെ ഇരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ച അവർക്ക് കൂടെ നിങ്ങളൊന്ന് ഭക്ഷണം കൊടുക്കുമോ? ഏറ്റവും നല്ല ബറക്കത്തുള്ള വീട് ഏതെന്നറിയോ ചെറുപ്പക്കാരാ, എന്റെ പൊന്നുപ്പമാരെ? ഏറ്റവും നല്ല ബറക്കത്തുള്ള വീട് ഏതെന്നറിയോ? ഒരു വീടിന്റെ കത്തട്ടിൽ ഒരുപാട് നിസ്കരിക്കുന്നവരല്ല, ഒരുപാട് ഖുർആൻ ഓതുന്നവരല്ല, ഒരുപാട് സുജൂദിൽ വീഴുന്നവരല്ല, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നവരല്ല, ഒരുപാട് സക്കാത്ത് കൊടുക്കുന്നവരല്ല. ഏറ്റവും ബറക്കത്ത് ലഭിക്കുന്ന വീട്, ഒരു വീടിന്റെ കത്തട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വീടാ, ആ വീട്ടിലാണ് ബറക്കത്ത് പടച്ച തമ്പുരാന് കൊടുക്കുന്നത്. അത് പറഞ്ഞത് കൊണ്ട് നിസ്കാരം ഒഴിവായെന്നല്ല, അത് പറഞ്ഞത് കൊണ്ട് നോമ്പ് ഒഴിവായെന്നല്ല, അത് പറഞ്ഞത് കൊണ്ട് സ്വതക്ക ഒഴിവായെന്നല്ല, അത് പറഞ്ഞത് കൊണ്ട് മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഒഴിവായെന്നല്ല. ബറക്കത്ത് ലഭിക്കുന്ന വീടേതാ? ഭാര്യ ഇരിക്കുന്നു, ഭർത്താവ് ഇരിക്കുന്നു. ഏതു ഭർത്താവാണ് വീടിന്റെ കത്തട്ടിൽ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോ പഠിച്ചവരെ, ഭാര്യ എവിടെന്ന് ഭർത്താവിന്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പി വെക്കുമ്പോ കറിയെടുത്തു കൊണ്ടുവാ, അച്ചാറ് കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് 100 കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് അവിടെന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് നിങ്ങൾ വിളിച്ചു പറയാറുണ്ടല്ലോ. അങ്ങനെ വിളിച്ചു പറയുമ്പോ ആദ്യം പറയാനുള്ളത് മുഴുവനും നീ കൊണ്ടുവെക്ക്, ഇവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉരുള ഭക്ഷണം എടുത്തിട്ട് ആ പ്രിയപ്പെട്ടവരുടെ അതരത്തിലേക്കൊന്ന് വെച്ചു കൊടുക്കാറ്. ഏതെങ്കിലും ഒരു ഭർത്താവിന് കഴിഞ്ഞ ആ വീട്ടിലുള്ള ഭാര്യയെ പോലെ, ആ വീട്ടിലുള്ള ഭർത്താവിനെ പോലെ സൗഭാഗ്യമുള്ള ഒരാളുമില്ലല്ലോ. എന്തിനേറെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ ഇരിക്കുന്ന സമയം ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. വന്നുകൊണ്ട് പറയുന്ന, തങ്ങളെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസങ്ങളാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ബറക്കത്ത് വരണമല്ലോ, സന്തോഷം വരണമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി നിസ്കരിക്കുമെന്ന് പറഞ്ഞില്ല, ഖുർആൻ ഓതുമെന്ന് പറഞ്ഞില്ല. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ പൊന്നുമോനെന്ന് വീട്ടിലേക്ക് പോ, നിന്റെ പ്രിയപ്പെട്ടവള് അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ള നിന്റെ പാതിയുണ്ടല്ലോ, അവളോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിനക്കൊന്ന് കഴിഞ്ഞു പോയാ അല്ലാഹുവിന്റെ ഗഗന ലോകത്തുണ്ട്, വാനലോകത്തുണ്ട് അല്ലാഹുവിന്റെ മാലാകമാര് നിനക്കവിടുന്ന് റഹ്മത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെ കടന്നു വരുമെന്ന് ലോകത്തിന്റെ മുത്തിന്റെ പ്രിയപ്പെട്ടതോടൊരു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പറയും, മോനെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. പരിപാടി കഴിഞ്ഞ തൗഫീഖ്
അങ്ങനെ ഞാൻ ഇപ്പോഴേ പൂട്ടിക്കെട്ടിയിട്ട് പോകാൻ പോണെന്ന്. അൽഹംദുലില്ലാ, എനിക്ക് 2 ലൈറ്റ് മാഷാ അല്ലാ കണ്ണിലേക്ക് വെച്ചോണ്ട് ഇവിടെ മലക്കുകളാണ് മനുഷ്യരാണെന്ന് അറിയാൻ പറ്റണില്ല. എന്നാലും അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു തആല കബൂലാക്കി തരട്ടെ. പാവ നമ്മുടെ ആചാരി ആമീന്റെ ബേള അള്ളാഹു ഈ ആമീൻ നാളെ സ്വർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഇല്ലേ. അൽഹംദുലില്ലാ പടച്ചോനെ, അതൊക്കെയാണ് നാളെ നമ്മുടെ ഉറക്കെയുള്ള ആമീനുകളും സ്വലാത്തുകളൊക്കെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന. കണ്ടോ, വഴിയോരത്ത് നിന്ന് കേൾക്കണ എൻ്റെ കരളിൻ്റെ കഷണങ്ങളായ കൂട്ടുകാര്, എൻ്റെ പൊന്നു ചെറുപ്പക്കാരോട് പറയാം, മോനെ അള്ളാഹു നിനക്ക് തന്ന ഭാര്യ ഇല്ലേ. നമ്മളിന്ന് വഴിയിലൊക്കെ പോയിട്ട് ഭയങ്കര പാട്ടാണ് അല്ലെ, റോട്ടിലൂടെ ഒക്കെ നടക്കുമ്പോഴേ മനസ്സിന്റെ മണിയറയൊക്കെ ഭയങ്കര പാട്ടായിരിക്കും. വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി ഒരു പാട്ട് പാടിയിട്ടുണ്ടാവും. ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലേ നല്ലതുപോലെ, പാവമാണെന്റെ പെണ്ണ് സ്നേഹമെനിക്കായി പകർന്ന് നാദനിണയായി തന്ന മാറ്റു കുറയാത്ത പെണ്ണ്. ഭാര്യയുടെ മുമ്പിൽ പോയിരുന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് പാടാൻ പറ്റും? ഇത് കേട്ട ചിലമാര് പറയും, പടച്ച റബ്ബുൽ ആലമീനായ തമ്പ, ഇന്നലെ വാളാക്കാൻ പോണവരെ മൂപ്പർക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, വാള് കഴിഞ്ഞപ്പോ എന്തോ കാര്യമായിട്ട് എന്തോ പറ്റിക്കണു ഇല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഥ പറഞ്ഞു കൊടുക്കും. ആർക്ക്? ഭാര്യമാർക്ക്. മാതൃക റസൂലുള്ളാഹി തങ്ങൾ ഇല്ലേ. വീട്ടിലിരിക്കുമ്പോ ഭാര്യമാരെന്തെങ്കിലും പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും അവര് പറയുന്ന കേൾക്കാ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു കൊടുക്കും. ചെറുപ്പക്കാരെ, നബി തങ്ങൾ ഇരുന്നു കൊടുക്കും ഇല്ലേ. നമ്മൾ ഇരുന്നു കൊടുക്കാതിരിക്കുമ്പോഴാണ് പല പല ജീവിതങ്ങളും തകർന്നു പോകുന്നത്. നമ്മൾ അവർ പറയുന്ന കേൾക്കാനുള്ള മനസ്സൊന്ന് കാണിക്കുക. എന്നാൽ അവർ വീണ്ടും കാത്തിരിക്കും, പടച്ചോനെ എൻ്റെ പ്രിയപ്പെട്ടവനോട് എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കുമല്ലോ, അതൊരു സന്തോഷമാണ് ഇല്ലേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഇക്ക നമ്മുടെ ഇന്നതുപോലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പരിഹരിക്കണം. ഭർത്താവ് പറഞ്ഞു, അൽഹംദുലില്ലാ ഞാനില്ല ഇവിടെ, ഞാനില്ല. ഈ ഒരു വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. ഭാര്യയുടെ സങ്കടം പറയുമ്പോ എപ്പ വന്നാലും തന്നെ ചില ഭർത്താക്കന്മാര്, ഞാൻ ഇനി വീട്ടിലേക്കേ വരൂല ഇല്ലേ. ആ സമയം അവിടെ നിന്ന് പറയണം, മോളെ പറഞ്ഞുകൊള്ളുക, നിനക്കെന്ത് പ്രശ്നമാണോ ഞാനുണ്ട് എന്ന് പറഞ്ഞടുത്തിരുന്നിട്ട് പ്രിയപ്പെട്ടവരുടെ കണ്ണുനീര് തുടക്കുന്നവര് എന്റെ കൂട്ടുകാരാ. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു ബറക്കത്ത് തരും. എന്തുകൊണ്ടാണ് ബറക്കത്തുകളൊക്കെ നഷ്ടപ്പെടുന്നത്? പടച്ച തമ്പുരാ നമുക്ക് ജീവിതത്തിൽ ഇണയാക്കി തന്നുപോയ നിന്റെ പ്രിയപ്പെട്ടവരുടെ അരികത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? പടച്ച റബ്ബേ, ഭാര്യ പിന്നെ കഴിക്കും, ഭർത്താവ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും. അതിന് പകരം എന്ത് വേണമെന്നറിയോ? ഇന്നിവിടന്ന് കിൽത്താൻ ദ്വീപിന്റെ മണ്ണിൽ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ഉറൂസിന്റെ ഭാഗമായി പ്രഭാഷണം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടന്ന് പിരിയുമ്പോ ഇന്നു മുതലെങ്കിലും ഒരു തീരുമാനമെടുക്കുക. ഇവിടെ വയസ്സൊരു പ്രശ്നമല്ലല്ലോ, 60 വയസ്സ് ഇവിടെ പ്രശ്നമല്ലല്ലോ, 70 വയസ്സ് ഇവിടെ പ്രശ്നമല്ലല്ലോ. എന്റെ ചെറുപ്പക്കാരാ, ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ച് നിന്റെ പാത്രത്തിൽ ഉള്ളതിൽ നിന്ന് അല്പമെടുത്ത് നിന്റെ ഭാര്യയുടെ പാത്രത്തില്, ഭാര്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഭാര്യയുടെ പാത്രത്തിൽ നിന്ന് നിന്റെ കൈ കൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്ത്, എന്തുകൊണ്ടെന്നറിയോ? നിന്റെ പാത്രത്തിൽ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, കറിയില്ലാഞ്ഞിട്ടല്ല, അതൊരു സ്നേഹപ്രപഞ്ചമാ. ഇതാരാണ് കാണിച്ചതെന്നറിയോ? അള്ളാന്റെ റസൂലും ആയിഷ ഉമ്മയും ഭക്ഷണം കഴിക്കുകയാണ്. അല്ലാഹുവേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തമാശ കോലത്തില് അവിടുന്ന് മാറ്റിവെക്കുകയാണ്. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ആയിഷ ബീവി എന്തെന്നറിയോ? ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ആയിഷു ഞാൻ എടുക്കൂല, ഞാൻ എടുക്കൂല. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ പൂമുഖത്തേക്ക് നോക്കിയിട്ട് ചുംബിച്ചിട്ട് ഇല്ലേ, ആ കയ്യങ്ങ് പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, റസൂലേ, റസൂലേ ഉറക്കെ പറയും, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, നബിയെ ഇതൊക്കെ അല്ലൊരു സന്തോഷം, അതാണ് റിയൽ സന്തോഷം.
മറ്റതൊക്കെ എന്താണ്? റീൽസ് ആണ്. ഇത് റിയലാണ്. അള്ളാന്റെ ഹബീബിൻ്റെതാണ് വളരെ കറക്റ്റ് ആയിട്ടുള്ളത്. മാറിപ്പോയി. അള്ളാന്റെ ഹബീബിൻ്റെതാണ് കറക്റ്റ്. ആ പാടൊന്ന് കൊണ്ടുവന്ന് റസൂലുള്ളാന്റെ ചരിത്രങ്ങളുള്ള പുസ്തകങ്ങളുണ്ട് ഉമ്മമാരെ. യൂട്യൂബിൽ അടിച്ചാൽ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം കിട്ടും. ഇന്നിപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ChatGPT ഉസ്താദുണ്ട്, ജെമിനി ഉസ്താദുണ്ട്, അല്ലേ? മൊത്തം കാലിയാക്കന്മാരപ്പോ. അപ്പൊ ഇവരുടെയൊക്കെ ചോദിച്ചാൽ അവരും പറഞ്ഞുതരും ഒരുപാട് ചരിത്രങ്ങള്, ഇല്ലേ? പിന്നെന്തിനാ പേടി? അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാല്, അതൊക്കെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കിയാല് അൽഹംദുലില്ലാഹ് ഭർത്താവ് വിട പറയുമ്പോൾ അത്രയും സങ്കടമുള്ള ഒരു പെണ്ണുണ്ടാവൂല ലോകത്ത്. ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാല്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പള്ളിയിൽ ഒരു പാവപ്പെട്ട വയസ്സായ ഹാജിയാര് മക്കളുടെ തോളത്ത് കൈയിട്ടിട്ട് എല്ലാ ദിവസവും ഭാര്യന്റെ ഖബറിന്റെ അടുക്കൽ പോയി ദുആരക്കും, ഇല്ലേ? കരയും, കണ്ണീര് വരും. പടച്ചോനെ, എന്റെ പ്രിയപ്പെട്ടവള് ആരൊക്കെ ഉണ്ടെങ്കിലും, പൊന്നാര ചെറുപ്പക്കാരാ, ആരൊക്കെ ഉണ്ടെങ്കിലും അവരുണ്ടെങ്കിൽ ഒന്ന് കിടന്നു നോക്കണം. അപ്പൊ അറിയാം. ഒന്ന് കിടന്നു നോക്കണം. നിന്റെ കൂട്ടുകാരുണ്ടാവൂല. എല്ലാ കൂട്ടുകാരുടെ കഥയല്ല, എല്ലാ കൂട്ടുകാരുടെ കഥയല്ല. ചില കൂട്ടുകാരൊക്കെ ഉണ്ടാകും, വീടിന്റെ കത്തട്ടിൽ കിടക്കുമ്പോ നിന്നെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം തന്ന, ഭക്ഷണം മേടിച്ചു തന്ന, അല്ലെങ്കിൽ നീ മേടിച്ചു കൊടുത്ത ഒരു കൂട്ടുകാരും ഉണ്ടാകൂല. നിന്റെ കാലിന്റെ മുറിവിൽ കിടക്കുന്ന ആ മുറിവ് ഉണങ്ങണമെങ്കിൽ അതിന് മരുന്ന് വെക്കാനും അത് തുടയ്ക്കാനും വേണം ഈ പാവപ്പെട്ടവൾ. നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണം ഈ പാവപ്പെട്ടവൾ. ആ സമയത്ത് മാത്രം മതിയോ? ആ സമയത്ത് മാത്രം മതിയോ? പോരാ, അവരുടെ സകലമാന കാര്യത്തിൽ നീ കൂടെ ഉണ്ടാകണം. അത് ഹബീബിന്റെ വാക്കാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം അങ്ങനാണ്. ആയിഷ ഓട്ട മത്സരം നടത്താമെന്ന് പറയുമ്പോ കൂടെ ഓടിയിട്ടുള്ള നേതാവാണ് റസൂലുള്ളാഹി തങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ ചുരുക്കം കൊണ്ട് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യമേതാ? അൻതുഇമഹാ ഇദാ പടച്ചവനെ, നീ ഭക്ഷിച്ചാ നിന്റെ ഭാര്യയെ ഭക്ഷിപ്പിക്കുക. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വതക്സൂഹാ ഇദക്തസൈത. സുബ്ഹാനല്ലാഹ്, നീ നല്ല ഒരു വസ്ത്രം എടുക്കുകയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവൾക്ക് കൂടെ വന്നെടുത്തോ. നല്ല ഒരു ഡ്രസ് നീ മേടിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ വന്ന നിന്റെ പെണ്ണുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്ന സൗഭാഗ്യമാണവള്. ആ പ്രിയപ്പെട്ടവൾക്ക് കൂടെ നീ ഒരു വസ്ത്രം എടുത്തു കൊടുക്കോ. ഇതാരാ പറയുന്ന? മുത്തുനബിയല്ലേ ചെറുപ്പക്കാരാ. അലിയാർ തങ്ങൾ ഒരു വേള കരഞ്ഞിട്ട് വരികയാണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, അലിയേ, എന്തിനാണ് നിങ്ങളുടെ കണ്ണു നിറയുന്നത് അലിയേ? അവിടെന്ന് പറയാണ്, ഫാത്തിമ, നല്ല ഒരു ഖമീസ് കൊണ്ട് ഫാത്തിമ അങ്ങാടിയില് അതെനിക്ക് മേടിക്കാ എന്റെ കയ്യില് കാശുണ്ടായിരുന്നു ഫാത്തിമ. പക്ഷേ അതിന്റെ വില ചോദിച്ചപ്പോ ഞാൻ എണ്ണിയപ്പോ എന്റെ കയ്യിലുള്ള ദിർഹമുകൾ ശരിയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി, റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ വീട്ടില്. എന്റെ ഫാത്തിമ, ഞാൻ ഒരു പുതിയ വസ്ത്രം ധരിച്ചിട്ട് കടന്നു വരുമ്പോ എന്റെ ഫാത്തിമ ഇവിടെ നല്ല ഒരു വസ്ത്രം ധരിക്കുന്നില്ലല്ലോ, എന്റെ ഫാത്തിമക്ക് മേടിക്കാൻ പറ്റുന്നില്ലല്ലോ. അലിയാ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അലിയാ തങ്ങളുടെ വിരൽ തുമ്പുകൾ പിടിച്ചിട്ട് പറയാ, അലിയേ, അത് ഇത്ര വലിയ കാര്യമാണോ അലിയേ? നിങ്ങൾക്ക് മേടിച്ചൂടായിരുന്നോ? നിങ്ങൾക്ക് ധരിച്ചൂടായിരുന്നോ? ആ സമയത്തും അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാട്, ആ ഒരു ഖമീസ് നിങ്ങൾ ധരിച്ച നിങ്ങൾ സുന്ദരനാ, നല്ല മൊഞ്ചനാ, നിങ്ങൾ കാണാൻ നല്ല ചേലുള്ളവരാണ്. അതുകൊണ്ട് വേടിക്കണം അലിയേ. ഉടൻ തന്നെ അവിടെ നിന്ന് വെളുവെളുത്ത ചുമന്നിട്ടുള്ള ആ കൈകളെ കറുകറുത്ത കരങ്ങൾ കൊണ്ട് പിടിച്ചിട്ട് പറയാട്, ഇല്ല ഫാത്തിമ, ഒരിക്കലുമില്ല പൊന്നുമോളെ ഫാത്തിമ, അവിടെ നിന്ന് ഞാൻ മാത്രം നല്ല വസ്ത്രം ധരിക്കാനോ? ഈ പാവപ്പെട്ട അലിയാറിന്റെ കൂടെ കടന്നു വന്നിട്ട്, ഈ പാവപ്പെട്ട അലിയാരെ കൂടെ കടന്നു വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം നല്ലതുപോലെ കഴിച്ചോ ഫാത്തിമ? നല്ലതുപോലെ ഉറങ്ങിയിട്ടുണ്ടോ ഫാത്തിമ? അങ്ങനെയുള്ള പൊന്നു ഫാത്തിമ, എന്റെ ഫാത്തിമക്കൊരു വസ്ത്രം മേടിക്കാതെ ഈ പാവപ്പെട്ട
ഒരു വസ്ത്രം മേടിക്കൂലെന്ന് പഠിപ്പിച്ച നേതാവിന്റെ പുന്നാര മരുമകനാ അലിയൽ കറമഹുല്ലാ. എന്റെ പുന്നാര വാപ്പമാരെ, ചെറുപ്പക്കാരാ, നമ്മുടെ കയ്യിൽ സമ്പത്ത് വരുമ്പോ, 1000 വരുമ്പോ, നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകൾ മുഴുവനും മേടിക്കുമ്പോ നിന്റെ ഭാര്യയോട് ചോദിച്ചോ, മോളെ നിനക്ക് വസ്ത്രം വേണോ? ഞാനൊരെണ്ണം മേടിക്കാൻ പോവുകയാണ്, നിനക്ക് കൂടെ മേടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേടിക്കാനും ചോദിക്കാനുമുള്ള മനസ്സുണ്ടാകണം. റസൂലുള്ള പറയുന്നുണ്ട്, സഹബാ വതക്സൂഹാ ഇദക്തസൈതാ. എത്ര നല്ല വാക്കുകളാ നബി തങ്ങൾ നമ്മളെ പഠിപ്പിക്കണത്. നിങ്ങൾ നല്ല വസ്ത്രം മേടിച്ചോ, നിങ്ങൾക്ക് അല്ലാഹുവിനെ നിങ്ങളുടെ ഇണകൾ കൂടെ മേടിച്ചു കൊടുക്കണം. അതാണ്. പിന്നെ ഉമ്മമാരോട് എനിക്കൊന്ന് പറയാനുണ്ട്, കുറ്റം പറയാതിരിക്കുക. ഒരു പക്ഷെ സാധുക്കൾ നല്ല സന്തോഷത്തോടെ കൊണ്ടുവരുമ്പോ ചില ഉമ്മമാര് ഇങ്ങടെ ഉണക്ക മാക്സി അല്ലേ, ഇത് പറയരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉമ്മമാര് പറഞ്ഞു അൽഹംദുലില്ലാ നിങ്ങൾക്ക് നല്ല സെലക്ഷൻ അറിയാൻ. ആ ഒരു വാക്ക് പറഞ്ഞാല് ഭർത്താവിന് തന്നെ മനസ്സിലാവും എന്ത് അത്ര പോരാ, എന്നാലും അവൾ എൻ്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞാണല്ലോ അല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മനസ്സും മനക്കരുത്തും ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. അതിനാണ് ഈ 7, 8, 9 ദിവസത്തെ വാഴ നമ്മളിവിടെ സംഘടിപ്പിച്ച്. ഒരാളെങ്കിലും മാറുക, അല്ലെങ്കിൽ ഞാൻ തന്നെ മാറുക, അല്ലെങ്കിൽ നിങ്ങൾ മാറുക ഇല്ലേ. നമ്മുടെ റസാക്ക് ഇന്ന് ഭാര്യക്ക് ഇന്നത്തെ വിഷയത്തിന്റെ പോസ്റ്റർ റസാക്കിന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു. അപ്പൊ റസാക്കിന്റെ ഭാര്യ പറഞ്ഞു, നന്നായിട്ട് കേട്ട് പഠിച്ചോളാം, നന്നായിട്ട് കേട്ട് പഠിച്ചോളാം. ഞാൻ പറഞ്ഞു വീട്ടിൽ അയച്ചു, പക്ഷെ എനിക്ക് അതിന്റെ മറുപടി ഒന്നും വന്നിട്ടില്ല. റസാക്കിന്റെ പറഞ്ഞു നന്നായിട്ട് കേട്ട് പഠിച്ചോളാം, ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാവും. ഏതായാലും എനിക്ക് മൂപ്പരെ എനിക്കിവിടുന്ന് കൊണ്ടുപോകണം. മൂപ്പരെ അല്ലാഹുവിയത്ത് കൊടുക്കട്ടെ. ചിലപ്പോൾ പലതും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഞാനും മാഷും പെട്ട്, ഇനി അടുത്ത ആള് പെടും. അള്ളാഹു ഏതായാലും നല്ല ഹൈറായിട്ടുള്ള ജീവിതവും സന്തോഷവും ഒക്കെ അള്ളാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ നല്ല മനസ്സോടെ ചോദിക്കണം, നിനക്ക് വസ്ത്രം വേണം. ഈ ചോദ്യം തന്നെ ഒരു ഇബാദത്താണ്. ഈ ചോദ്യം തന്നെ ഒരു ഇബാദത്താണ്. ലംഘിടും നബിയെ കനവിലൊരാതിരം കനിയെ മഹമൂദൊന്നു ചൊന്നു പറഞ്ഞവർ നിറഞ്ഞ പൂമലരെ കൽബോടൊത്തു ചേർന്നിടവേ സയ്യിദർ ത്വാഹ ചൊല്ലിയായിഷയോട് കൽബേ നിന്റെ ഒരാഗ്രഹമെന്നിലൂടെ നേടിത്തന്നാലേ ഞാനും ഒന്നു പോകാമേ. ഭാര്യന്റെ ആഗ്രഹങ്ങള് ചോദിക്കേണ്ട കടപ്പാട് ഭർത്താവിനുണ്ട്. ഇല്ല, കടയിലേക്കൊന്ന് കൊണ്ടുപോയി ഇല്ലേ, ചില ഭർത്താക്കന്മാര് എന്തു പറയും, നീ ഇവിടെ തന്നെ ഇരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഇവിടെ അൽഹംദുലില്ലാ അങ്ങനെ ഉണ്ടാവൂല. നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പോയി കഴിഞ്ഞാല് നമ്മളവിടെ കൊണ്ടാക്കിയിട്ട് രാവിലെ സുബൈക്ക് കൊണ്ടാക്കിയാൽ മതി, മഗ്രിബിന് അവർ വിളിക്കും, നമ്മളപ്പോൾ തിരിച്ചെത്തിയാൽ മതി അല്ലേ. പൊന്നാരെ ഉമ്മമാരെ വാപ്പമാരെ, നല്ല മനസ്സോടുകൂടി നമ്മൾ കേട്ട അള്ളാഹു നമ്മളെ നന്നാക്കി തരും. അള്ളാഹു എന്നെ നിങ്ങൾ അള്ളാഹു തആല നന്നാക്കി തരട്ടെ, അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടരിനെ നബിതങ്ങൾ ആയിഷ ബിയോട് പറയാം, ആയിഷ ഞാൻ ഒരു സമ്മാനം തരാം. എന്താണ് സമ്മാനം എന്നറിയോ? നല്ലൊരു മക്കന. പണ്ടത്തെയൊക്കെ കല്യാണത്തിന് ഈ കല്യാണ വീടുകളിൽ പുതുമാരിയെ ഇനി ഏത് സാരി ഉടുപ്പിച്ചാലും അതിൻ്റെ പുറത്തോട്ട് സാധനം ഇടും, ഒരു വല പോലത്തെ. എന്താ എൻ്റെ പേര് പറഞ്ഞു? നെറ്റാ, ബൽക്കൂസിയ, നെറ്റ് തട്ടം. അല്ല നീയാ പറയണേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാനിപ്പോ അത് കേട്ട് വിശ്വസിച്ചേനെ. ആ റസാക്ക പറഞ്ഞേ, ചിലപ്പോ മൂപ്പര് ഭയങ്കര അത്ഭുതമുള്ള മനുഷ്യനാണ്. പാവപ്പെട്ട ആചാരെ കൊണ്ട് അച്ചാറിൽ മുക്കിപ്പിച്ചിട്ട് തണ്ണിമത്തം തിരിപ്പിച്ച് കപ്പലിൽ വെച്ച്, പാവപ്പെട്ട ആചാര്യ തിന്നില്ല എന്ന് പറഞ്ഞിട്ട് ആചാരെ കൊണ്ട് തീറ്റിപ്പിച്ച് അച്ചാറിൽ മുക്കിയിട്ട് തണ്ണിമത്തൻ. ആ സാധനമാണ് ഇരിക്കണേ. അവനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്തേണ്ട ആവശ്യമില്ല, ദുഃഖേണ്ട ആവശ്യമില്ല. അല്ലാഹുവേ പടച്ചോനെ, അല്ലാഹ് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ പറയും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതം അങ്ങനെയൊക്കെ തന്നെയാ. ജീവിതം മെച്ചപ്പെടുത്തണം, അതിനാ നമ്മളിതൊക്കെ പറയാം.
ഇല്ലെങ്കിൽ ഇങ്ങനെ ഇന്നിപ്പോൾ രാത്രി ഇങ്ങനെ ചെന്ന് കിടക്കുമ്പോൾ പടച്ചോനെ ശരിയാന്നല്ല റബ്ബേ, ഇത്രയും നാൾ ഞാൻ എങ്ങനായിരുന്നു, ഇത്രയും നാൾ എൻ്റെ ജീവിതം എങ്ങനായിരുന്നു. പൊന്നാര വാപ്പമാർ, ഞാൻ എൻ്റെ വാപ്പാനോട് പറയും പോലെ പറയാണ്, അവരെ കേൾക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും മനസ്സ് കൊടുക്കണം. ആയിഷ നിനക്ക് ഞാൻ ഒരു തട്ടം തരാം, ആയിഷ നിനക്ക് ഞാൻ ഒരു തട്ടം തരാം. ആയിഷ ബീവിക്ക് ഭയങ്കര സന്തോഷായി, ഭയങ്കര സന്തോഷായി. പുന്നാര ആയിഷ ബീവിയുടെ കൽബകമേ ആനന്ദം കൊണ്ടല്ലോ അത്ഭുതമായൊരു പാതയിലെ മഹമൂദർ ത്വാഹാവിൽ അത്ഭുതമുള്ളൊരു ഖൗലതിലെ ചൊല്ലുന്ന അതബോടെ ആയിഷ ബീ പോവിതളെ മുത്ത് റസൂലും നൽകുന്നേ മുന്തിയ തട്ടമതാകുന്നേ മുത്തൊളി ബീവി ചിരിച്ചാനേ മുത്തൊളി താഹ ചിരിച്ചാനേ റബ്ബിൻ അജബുകൾ വന്നാനേ അന്ന് ആയിഷ കരഞ്ഞാനേ കൽബു പിടഞ്ഞാരേ മുത്തു താഹ പറഞ്ഞാരേ. ആ ഒരു തട്ടം ആയിഷ ബീവിയോട് ചോദിക്കാണ്, ആയിഷ ഇത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഞാൻ തരുന്നതാണ് ആയിഷ എന്ന് പറയുമ്പോ മിനുക്കമുള്ള ആ ഒരു തട്ടം തലയിലേക്ക് അങ്ങ് ധരിച്ചിട്ട് ആയിഷ ബീവിയുടെ കണ്ണു നിറയുകയാണ്. ഉടൻ തന്നെ ചോദിക്കുന്നു, ആയിഷ എന്ത് പറ്റി മോളെ, കരയുന്നത് എന്തിനാണ്? ഇത് റസൂലുള്ളാഹി തങ്ങള് തന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ആയിഷ? ഉടൻ തന്നെ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇതാനന്ദത്തിന്റെ കണ്ണീരാ നബിയേ. അവിടെ എനിക്ക് ഈ ഒരു തട്ട എനിക്ക് അങ്ങോട്ട് തന്നപ്പോണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഇത് ആനന്ദത്തിന്റെ കണ്ണീരാ. ഇപ്പൊ ഉദാഹരണത്തിന് ആചാരം നമുക്ക് വലിയ ഇഷ്ടമാണ്, ആചാരം വലിയ ഇഷ്ടമാണ്. അള്ളാഹ് അങ്ങനെ തന്നെ ആക്കി തരട്ടെ. എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. ഞാനങ്ങനെ ഇപ്പൊ ഇരിക്കുന്ന വീട്ടിലിരിക്കാന്ന് വെച്ചോ, ആചാരം വന്നിട്ട് പറയാൻ, എന്ത് ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചാല് നല്ല സ്നേഹമുള്ള ഒരാളാണ് ചോദിക്കുന്നെങ്കിൽ കണ്ണ് നിറയും. ആ കണ്ണീരിന് പറയണ പേരാണ് ആനന്ദത്തിന്റെ കണ്ണീര്. സ്നേഹമുള്ള ഒരാൾ ചോദിച്ചില്ലേ, ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എന്തേ മോളെ നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ കണ്ണീര് കൂടും, കരച്ചില് കൂടും, ഇല്ലേ? എന്തെനക്ക് പറ്റിയത്? സ്നേഹമുള്ള ഒരാൾ ചോദിക്കും, എന്തെനക്ക് പറ്റിയത്? ഈ ഒരു ചോദ്യം മതി അവരുടെ സങ്കടങ്ങൾ മാറാൻ, അവരുടെ വിഷമങ്ങൾ മാറാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ കാര്യം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. മൂന്നാമതായിട്ട് നബി തങ്ങൾ പറയാ, വലാ തദ്രിബിൽ വജ്ഹ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോയാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു പോയാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെ മുഖത്ത് നീ അടിച്ചു പോകരുത്, നിന്റെ ഭാര്യയുടെ കരണത്തടിക്കരുത്. ഇതാരാ പഠിപ്പിക്കുന്ന? റസൂലുള്ളാഹി തങ്ങളാ. വലാ തളിരിബിൽ വജ്ഹ. നിന്റെ ഭാര്യയുടെ മുഖത്ത് നീ അടിക്കരുത്. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പ്രിയപ്പെട്ടവളെ അസഭ്യം പറയരുത്, അവളുടെ ഉമ്മക്ക് വിളിക്കരുത്, അവളെ വാപ്പക്ക് പറയരുത്, അവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളെ ചേർത്തിട്ട് പറയരുത്. നിനക്കറിയാവുന്ന മുഴുവൻ അസഭ്യങ്ങളും നിന്റെ പ്രിയപ്പെട്ടവളെ കിടപ്പറയിൽ ചീത്ത വിളിക്കുന്നവനായിട്ട് മാറരുത്. ഇത് മുത്തുനബിയുടെ വാക്കാണ് ചെറുപ്പക്കാരാ. വലാ തുഖബ്ബിഹു. അവളെ ചീത്ത വിളിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെത്രയോ പ്രിയപ്പെട്ടവർ അസഭ്യം പറയാറുണ്ട്. പരസ്യമായിട്ട് ഭാര്യയെ കളിയാക്കുന്നവരുണ്ട്, പരസ്യമായിട്ട് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ കല്യാണത്തിന് പോയാൽ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യ
ഭാര്യയുടെ അപമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ആ പാവങ്ങളെ കണ്ണീരിലാഴ്ത്തുന്നവരുണ്ട്. എത്രയോ പാവപ്പെട്ട പെൺകുട്ടികള് ഭാര്യമാര് ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ വെച്ചൊരക്ഷരം മിണ്ടാതെ തലകുനിച്ചു കൊണ്ട് നടന്നു പോന്ന എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുണ്ട്. എന്നാ നബി തങ്ങൾ പറയാ, അവൾ അസഭ്യം പറയല്ലേ. ഇന്ന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ആദ്യം പറയുന്ന നിന്റെ ബാപ്പ എങ്ങനല്ലേ, നിന്റെ ഉമ്മ ഇങ്ങനല്ലേ, നിന്റെ ബാപ്പന്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ, നിന്റെ ഉമ്മയുടെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവളുടെ ബാപ്പക്കും ഉമ്മക്കും പറഞ്ഞ് അവളെ ചീത്ത വിളിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ? മുത്തുനബിയുടെ വാക്കിനെതിരെ പ്രവർത്തിച്ച നിനക്ക് സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? വലാ തുഖബ്ബിഹ്. ഹബീബിന്റെ വാക്കാണ് ഈ ഒന്നും അറിയാത്ത ഷമീറിന്റെ വാക്കാണ്. കളയാം, എന്റെ വാക്കല്ല. ഞാൻ അവിടെ നേരം വെളുത്തിരുന്ന് പഠിച്ചിട്ടാ ഞാൻ വന്നിട്ട് പറഞ്ഞത്, അല്ലാതെ വെറുതെ എന്റെ വായിട്ടോന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവളെ അസഭ്യം പറയരുത്, ഇല്ലേ? ഇത് ഞാൻ പറയുമ്പോൾ ശരിയാണ്. കാരണം പല വീടുകളിലും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, പല നിക്കാഹിന്റെ സദസ്സുകളിലും ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്നിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ പാവപ്പെട്ട ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത്, ഈ ഭാര്യയുടെ കൈപിടിച്ച് വലിക്കുന്നത്, നീ എന്തോ ചെയ്തോന്ന് പറയുന്നത്, ഇല്ലേ? നമുക്ക് എന്തെങ്കിലും പറയണോന്ന് തോന്നിയ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ആരും കാണാതെ നീ അത് പറയാ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, നിനക്കത് ചെയ്തുവിടായിരുന്നു, ആരും കാണരുത്, റബ്ബ് കണ്ടോട്ടെ. അല്ലാതെ പരസ്യമായി നിന്റെ പ്രിയപ്പെട്ടവളെ നീ അവഹേളിക്കരുത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ? നിസാര കാര്യല്ലത്, ഇത് നിസാര കാര്യല്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് നാലാമതായിട്ട് പറഞ്ഞ, അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, വലാ തഹ്ജുറു ഇല്ലാ ഫിൽ ബൈ. അവളെന്തെങ്കിലും ഒരു പ്രശ്നത്തിലായി പോയി, അല്ലെങ്കിൽ നിന്നോട് വഴക്കിട്ട് പോയി എന്നാ നിന്റെ വീടിന്റെ അകത്തട്ടില്, നിന്റെ റൂമിന്റെ ഉള്ളിൽ കട്ടിലിൽ നിന്ന് മാറ്റിക്കിടത്താ. അതല്ലാതെ ആളുകൾ അറിയിക്കുന്ന വിധത്തിൽ അവരൊന്നും അറിഞ്ഞോട്ടെ ഞാനും ഭാര്യയും വഴക്കാണെന്ന്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, അവക്കുള്ള ഉമ്മ ഒന്ന് കണ്ടോട്ടെ, അവളെ വാപ്പ ഇതറിയണം, അവളോട് ഞാൻ മിണ്ടൂലാൻ. ഒരു പായ വിരിച്ചിട്ട് വീട്ടിന്റെ വെളിയിൽ മണലല്ലേ ദാ കിടക്കണ നിരന്ന്, ഇല്ലേ? എന്റെ പ്രിയപ്പെട്ടവര്, അതൊക്കെ വല്ലാത്ത മോശമുള്ള കാര്യങ്ങളാണ്. എന്തിനാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്? ആ പാവപ്പെട്ടവളുടെ ഉമ്മാനെ അറിയിക്കണം, ആ പാവപ്പെട്ടവരുടെ വാപ്പയെ അറിയിപ്പിക്കണം. എന്തിനാണ്? അവരൊരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് 10 വയസ്സ് 16 വയസ്സ് 17 വയസ്സ് അവര് പഠിപ്പിച്ചു വലുതാക്കി നമുക്കൊരു ഇണയാക്കി തരുമ്പോ പിന്നെ അവര് മുഴുവനും കേൾക്കണം, ഖിയാമത്ത് നാൾ വരെ കേൾക്കണം, ഇല്ലേ? നിന്റെ വാപ്പ അങ്ങനല്ലേ, നിന്റെ ഉമ്മ അങ്ങനല്ലേ, നിന്റെ വാപ്പ ആള് ശരിയല്ലേ, നിന്റെ ഉമ്മ ശരി. ആ പാവപ്പെട്ട 5 വക്കത്ത് പള്ളിയിൽ പോകുന്ന ആളാണെങ്കിലും ആ മനുഷ്യനെ വെറുതെ വിടൂല. അങ്ങനത്തെ കാലഘട്ടമാണ് അല്ലേ? നല്ലതുപോലെ ഉറങ്ങുന്ന ഭർത്താവ്, ഭാര്യയോട് നല്ലതുപോലെ 5 മിനിറ്റ് സംസാരിക്കുന്ന ഭർത്താവ്, രാത്രി അല്ലെങ്കിൽ പകൽ 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഭർത്താവ്, അല്ലേ? നേരത്തെ 5:30 എഴുന്നേൽക്കുന്ന ഭർത്താവ്, വൈകുന്നേരം നേരത്തെ കിടന്നുറങ്ങുന്ന ഭർത്താവ്. അതൊക്കെ ഇന്ന് കിട്ടാൻ പാടാണ്. അതൊക്കെ ഇന്ന് കിട്ടണമെങ്കിൽ പൂജപ്പരെ പോകണം. സെൻട്രൽ ജയിലിൽ പോയാൽ അവിടെ സുഖം, എല്ലാം കറക്റ്റാണ്. 5:30 ഉറക്കം, 5:30 എഴുന്നേക്ക്, സുഖഭക്ഷണം, മേത്താ കാട്ടിൽ ഒന്നും വേണ്ട. പൊന്നാര വാപ്പമാരെ, നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ, എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അല്ലാഹുവിന്റെ കാരുണ്യം നമുക്കവിടെ നിന്ന് ലഭിക്കുമെന്നാണ്. എന്തിനേറെ എവിടെ നിന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ 5 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പിന്നെ പറഞ്ഞു എന്തറിയുമോ? എന്റെ സഹോദരങ്ങളെ, നല്ലതുപോലെ പഠിച്ചുകൊള്ളുക. ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോ بالمعروف وإن كرهتموه فعسى أن تكره شيئا فيجعل الله فيه خيرا كثيرا.
നിന്റെ ഭാര്യന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ചെറുപ്പക്കാരാ. ഭാര്യ എന്തെങ്കിലും ഒരു മോശം പറഞ്ഞ, എന്തെങ്കിലും ഒരു മോശം പ്രവർത്തിച്ചു പോയാ, എന്തെങ്കിലും ഒരു മോശത്തിന്റെ വഴികളിലൂടെ കടന്നു പോയാ, പടച്ചവനെ റബ്ബിന് വേണ്ടിയിട്ട് നീ അതിനെ ക്ഷമിച്ചു പോയാ, ഫഅസാ അൻ തുഖറ ശൈആ, അല്ലാഹ് നിന്റെ കൺമുമ്പിൽ വെറുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അവർ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവേ നീ ക്ഷമിക്കുകയാണെങ്കിൽ ഫയജ്അലുഹുല്ലാഹു ഫീഹി ഖൈറൻ കതീറാ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് നമ്മളോട് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പഠിപ്പിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ നിർത്തിയിട്ടില്ല. പിന്നെ നബി തങ്ങൾ പറയാ, ഇന്ന മിന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലാ യൗമൽ ഖിയാമാ തുമ്മ യൻശറു ശർറഹാ. പടച്ചവനെ മനുഷ്യന്മാരില് ഖിയാമത്ത് നാളിൽ ഏറ്റവും നല്ല മോശമായ മനുഷ്യനാരെന്നറിയോ? ഖിയാമത്ത് നാളില് ഏറ്റവും വലിയ മോശമായ മനുഷ്യനാരെന്നറിയോ? തന്റെ പ്രിയപ്പെട്ടവൾക്കുള്ള രഹസ്യങ്ങള്, കിടപ്പറയിലുള്ള രഹസ്യങ്ങള്, പടച്ച റബ്ബേ അവളുമായിട്ട് നടക്കുന്നത്, അവളുമായി ഇരിക്കുന്നത്, തന്റെ ഭാര്യയുമായിട്ട് വർത്തമാനം പറയുന്നത്, തന്റെ കൂട്ടുകാരോട് വന്ന് വിളിച്ചു പറയുന്ന എന്റെ ചെറുപ്പക്കാരുണ്ടോ? അവനാണ് ഖിയാമത്ത് നാളില് ഏറ്റവും മോശമായവനെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ. ഇന്നിപ്പോ നമുക്ക് ആണുങ്ങൾക്ക് അത്ര അറിയില്ല. നമ്മുടെ ഉമ്മമാരോട് ചോദിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ഉമ്മമാര് കാണുന്നത് എന്താ? ധൈര്യം ഉണ്ടെങ്കിൽ പറയും. ഉമ്മമാര് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഏതായിരിക്കും? ഇവിടത്തെ ഉമ്മമാരല്ല, നമ്മുടെ കരയിൽ ഉമ്മമാര് കാണുന്നത്. എനിക്ക് പോകുന്ന സമയം വരെ ഭക്ഷണം കഴിക്കണം. സീരിയൽ അതൊക്കെ പോയി. പണ്ട് സീരിയലൊക്കെ പാല് വെക്കുന്നു, അതൊന്നുമില്ല. സീരിയലൊക്കെ പണ്ടത്തെ കാലഘട്ടത്തില് ഇല്ലേ? ഇപ്പൊ അവര് നോക്കുന്നത് വയറ് കാണല്, മുട്ടായി കൊടുക്കല് അല്ലേ? ആദ്യം ഒരുത്ത ഇട്ടു, ഇന്നെന്റെ ഭാര്യയുടെ 7ാം മാസമാണ്, ഇത് യൂട്യൂബില്. അടുത്ത ഉമ്മമാര് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ, അവള് പ്രസവിച്ചോ, ആൺകുട്ടിയാണോ, കാല് വളഞ്ഞയാണോ, തിരിഞ്ഞതാണോ, ഇത് മുഴുവൻ ഉമ്മമാര് കണ്ടിരിക്കും. ഉറപ്പാണ്. ചില നാടുകളിൽ അങ്ങനെ ഉണ്ട് കേട്ടാ, ഇവിടെ ഉണ്ടാവൂല. യൂട്യൂബുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിശോധിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും നമ്മൾ ചാനലിന്റെ പിന്നാലെ നടക്കുന്നത് നമുക്കറിയാം. ഉമ്മമാർ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് നടക്കുന്നോ, ഭാര്യയുടെ പ്രസവം, പ്രസവിച്ച് അവിടെ കിടക്കുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത്, അള്ളാഹു തരുന്ന കൺമണി, ഇതിനെ മുഴുവൻ യൂട്യൂബിലെടുത്തിടുക. ഭാര്യന്റെ 6ാം മാസം ഭർത്താവ് വയറ്റത്തൊരു മുത്തം കൊടുക്കുന്നത്. അല്ല, ചിന്തിച്ചു നോക്കിക്കേ, ഇത് ഞാൻ ഒരു വെറുതെ പറയല്ല, ഇന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. ഇത് മുഴുവൻ എടുത്തിടുക. എന്നിട്ട് ഇതിങ്ങനെ ആളുകളെ ഭാര്യന്റെ വയറ് കാണിക്കുക. വയറ് കാണുന്ന സംഭവം ഇവിടെ ഉണ്ട് ഇല്ല? അങ്ങനെ ഉണ്ടോ ആചാര്യ? ഇവിടെ അതൊന്നുമില്ല. വയറ് കാണിക്കാനല്ല, വയറ്റ് നേർച്ച. ഇത് അടക്കൂലത്, വയറ്റ് നേർച്ച അല്ലേ ഇവിടെ? നീ മിണ്ടരുത് ഇവിടെ, നീ മിണ്ടരുത്. ഞാൻ ഇത് പടച്ചോനെ ഇവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വിചാരിക്കും നിങ്ങളാ പറയണേ. ഇത് കാരണം ഇവന്റെ കൂടി നിങ്ങളത് കേട്ട് വിളിച്ചു പറയാൻ നിങ്ങൾ കേൾക്കും. അതായത് സംഭവം ഒരു 7ാം മാസമൊക്കെ ആകുമ്പോഴും പിന്നെ അതെന്താ പറയാ, അതിന് നിങ്ങൾ പറഞ്ഞ പേരെന്താ? ദൈവേന വെളിച്ചെണ്ണ എടുക്ക. നിങ്ങൾ എന്തോ എടുത്തോളി, എനിക്ക് കുഴപ്പമില്ല. അതിനെന്തൊക്കെ ഉണ്ടാവും? അതാണ് തേങ്ങ പിഴിഞ്ഞുണ്ടാക്കണ സാധനം. അതിവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ. ഇവിടെ ആരും പ്രസവിച്ചില്ല അപ്പോഴൊന്നും. ഭാര്യ കൊണ്ടുവന്നെങ്കിലാണ്. ഇവിടെ എനിക്ക് തന്നെ കപ്പലിൽ കിടക്കാൻ പോയ പിന്നെ ഇനിയിപ്പോൾ അതിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഏതായാലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. പൊന്നാര ബിബി നാട്ടിൽ പോയിട്ട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. നീ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ എത്തിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചാണ്. ഇവരുടെ നാട്ടിൽ വേറെ സംഭവം ഉണ്ട്. എന്തെന്നറിയോ?
പണ്ടൊരാൾ വിളിച്ചവരാണ്, ഉസ്താദെ കാറ് ബൈക്കായെന്ന്. സംഭവം എന്താണെന്നറിയോ, ഇവർക്കുള്ള നാട്ടിലെ ഭാഷയിൽ കാറ് വഴിക്ക എന്നാ പറഞ്ഞത്. ഇവര് പറഞ്ഞ എന്താ കാറ് ബൈക്കായി. അപ്പൊ നമ്മൾ കേൾക്കുന്ന കാറ് ബൈക്കാവുക പെട്ടെന്ന് ഇല്ലേ? നല്ല പാങ്ങുള്ള പോയ നല്ല ചേലുണ്ട് ഏട്ടച്ചങ്ങ, അവന് സന്തോഷായി. നല്ല കാസർഗോട്ടുകാരനാ. അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ, അല്ലാഹ് സന്തോഷം കൊടുക്കട്ടെ. ഒന്ന് ചൊല്ലിക്കേ, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് കേട്ടോണ്ടിരിക്കണ എൻ്റെ ഉമ്മമാരോട് പറയണേ, ഇനിയിപ്പോ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നാളെ ഭക്ഷണത്തിന് വരുമ്പോൾ അത് ഉണ്ടാക്കി വെച്ചേക്കരുത്. ഏത് നെയ് കാച്ചി എന്താ അത് ചടങ്ങാണ്, അത് ഏതായാലും ഉണ്ടാക്കി വെക്കേണ്ട, പേടിഞ്ഞാൻ. അള്ളാഹുവേ പടച്ചോനെ, നമ്മുടെ നാസിമുക്ക വന്നില്ലേ? നാസിമുക്ക കരയെന്ന് കയറിയപ്പോൾ ഒരു 5-6 പാക്കറ്റുള്ള പാൻറ് കേട്ടാ വന്നു. ഇപ്പൊ ആ പാൻറ് കാണാൻ, ഒരു പാൻറിൽ മിച്ചറ്, ഒരു പോക്കറ്റിൽ പക്കാവട. അൽഹംദുലില്ലാ, പാവങ്ങൾ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, നല്ല സന്തോഷം പ്രദാനം ചെയ്യട്ടെ. വൈഫിന് എന്തൊക്കെയോ ഓപ്പറേഷനെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നില്ല, അള്ളാഹു എല്ലാ ആജിലായ കാമിലായ ഷിഫ അല്ലാഹു തആല കൊടുക്കട്ടെ. നമ്മുടെ ഇക്ബാലിക്കായി കഴിഞ്ഞ് വന്നില്ലേ? ഇക്ബാലിക്ക് എന്താ പ്രത്യേകം പറഞ്ഞു, ഇന്ന് ഞാൻ എൻ്റെ സുഹറബിയെ കൊണ്ടുവരൂല. കാരണം എന്താ, അത് കേട്ട വിഷയമാണ്. അവർക്ക് വിഷയമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിക്കാൻ നിൽക്കേണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതായാലും അള്ളാന്റെ റസൂല് പറയാൻ, ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശമായവൻ തന്റെ പ്രിയപ്പെട്ടവരുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്നവനാണ്. അതിന്റെ 1-ാം നമ്പറാണ് യൂട്യൂബിലൂടെ ഈ എടുത്തിടുന്ന എല്ലാ കോപ്രായങ്ങളും. ആശിക്കേ അടിയല്ലോ വരുന്നുണ്ടാ വഴിക്ക് ഉണ്ടെങ്കിൽ നീ അവിടെ നിൽക്കണം, നീ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ബലയാണ് കേട്ടാ. അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്ന മിന്ന ശദ്ദിൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ തുമ്മ യൻശുറു ശർഹാ. പടച്ചവനെ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ടവളുമായിട്ട് വഴക്കുണ്ടാക്കിയത് നിസ്സാര പ്രശ്നങ്ങൾ പോലും മറ്റുള്ള കൂട്ടുകാരോട് വന്നുകൊണ്ട് പറയുന്നവരുണ്ടോ? സുബ്ഹാനല്ലാഹ്, അവനെ പോലെ ഭാഗ്യം കെട്ടവൻ ലോകത്തില്ലെന്ന് ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ഒരുപാട് നേരം നിങ്ങളെ ഇരുത്തൂല. 11:30 മണിയാകുമ്പോ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഒരു 5 മിനിറ്റ് കൂടെ വഅദ് പറഞ്ഞിട്ട് അല്ലാഹു എന്തെങ്കിലും ലേലമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ദുആ ചെയ്ത് പിരിയും. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കരയിലുള്ള എൻ്റെ ഉമ്മമാരോട്, എൻ്റെ ചെറുപ്പക്കാരോട് പറയാ, ഇവിടെ ഒരു മദ്രസയുടെ പണി നടക്കുന്നുണ്ട്. പടച്ചവനെ, നിങ്ങളെ കൊണ്ട് ഒരു പാക്കറ്റ് സിമന്റ് ആണെങ്കിൽ അങ്ങനെ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, ഞാൻ ഇവിടന്ന് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തർ പറയുമ്പോ അൽഹംദുലില്ലാഹ്, കേരളത്തിന്റെ കരയിൽ നിന്ന് കിൽത്താൻ ദ്വീപിന്റെ മണ്ണിലെ ഒരു മദ്രസക്ക് വേണ്ടി കൊടുക്കാൻ എൻ്റെ കരയിലുള്ള സഹോദരങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇതിന്റെ ഇടയിലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് നാളെ റസാഖ് നമ്മുടെ മദ്രസ ഒന്ന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ആളുകൾക്ക്, ഈ ലൈവ് കാണുന്ന ആളുകൾക്ക് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, കേട്ടോണ്ടിരിക്കുന്നവരോട് പറയാൻ, ഒന്നുമില്ലെങ്കിൽ ഇവിടെ സിമന്റ് അല്ലേ ആവശ്യം? സിമന്റ് ഇനി 10 പാക്കറ്റ് സിമന്റ് ഉസ്താദെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ് ലൈവിലൂടെ പറഞ്ഞ അൽഹംദുലില്ലാഹ്, അത് വലിയ സന്തോഷം. ഒന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു കട്ടള കൊടുക്കാന്ന് വെച്ചാൽ അതും സന്തോഷം. കെട്ടുന്ന കല്ല്, ഒരു കല്ലിന് എത്ര എന്ന് പറഞ്ഞു? അന്നും നിങ്ങൾ എന്നെ, ഇന്നും നിങ്ങൾ എന്നെ നമ്മളെ സഹായിക്കണം. 130 റുപ്യ അല്ലെ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുന്നവര് പറയാം, ഉസ്താദെ ഞാനൊരു 50 കല്ല് അല്ലെ, ഒരു 50 കല്ല് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 30 കല്ല് കൊടുക്കാം. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരു പാക്കറ്റ് സിമന്റ് ഇന്ന് പറയണ്ട, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പറയണം. അത് നിങ്ങൾ മനസ്സ് കൊടുക്കണം. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. നമ്മുടെ ഈ ലൈവിലൂടെ ഒരുപാട് മദ്രസകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരുപാട് മദ്രസകളുടെ പണി നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് വലിയ കഴിവൊന്നുമില്ല, പക്ഷെ റബ്ബിന് കഴിവുണ്ടല്ലോ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒന്ന് പറയുന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ, ദുനിയാവിലൂടെ കടക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ടവളുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവേ അവളെ ഇബാദത്ത് ചെയ്യുന്നവളാകണേ. നിന്റെ ഭാര്യയെ പറ്റി നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവേ, നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിങ്ങൾ അവിടുന്ന് ഖബിൽതു എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നിങ്ങൾ ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ, നിസ്കാരത്തെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. നേരം വെളുത്തു ഭാര്യ കിടന്നുറങ്ങിയാലും ആ ഭാര്യയെ വിളിച്ചിട്ട് നിസ്കരിക്കൂ പെണ്ണേ എന്ന് പറയുന്നവരാകണമല്ലോ. അങ്ങനെ ഉള്ളവരായെങ്കിലല്ലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നാളെ പടച്ചവന്റെ മുമ്പിൽ വരുമ്പോ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد. പടച്ചവനേ, നാളെ അല്ലാഹു പറയുകയാണ്, ഖൂ അൻഫുസകും, നിന്റെ ശരീരത്തെ സൂക്ഷിക്ക്, വഅഹ്ലീകു, നീ ചിലവിന് കൊടുക്കുന്നവരുണ്ടല്ലോ, അതിൽ മക്കൾ പെടുന്നുണ്ട്, അതിൽ ഭാര്യ പെടുന്നുണ്ട്, അതിൽ മാതാപിതാക്കൾ പെടുന്നുണ്ട്. ആരാണെങ്കിലും നീ എന്ത് ചെയ്യണമെന്നറിയോ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് അവരെ കരകയറ്റണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? നമ്മൾ നിസ്കരിക്കുന്നവരാവുക, നമ്മൾ നോമ്പ് നോക്കുന്നവരാവുക, നമ്മൾ ദിക്റ് ചൊല്ലുന്നവരാവുക, നമ്മൾ ഖുർആൻ ഓതുന്നവരാവുക. ഭാര്യയോട് നിസ്കരിക്കാനും ഭാര്യയോട് സ്വതക്ക ചെയ്യാനും ഭാര്യയോട് നന്മയോടുകൂടി കടന്നു വരാനും പറയുന്നവരാകുമോ? എന്നാൽ വിജയിച്ചു സഹാബാ. അതെല്ലാം കഴിഞ്ഞിട്ട് നബി തങ്ങൾ പറയാട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1.5 മണിക്കൂർ സമയമാവുകയാണ് നമ്മുടെ വഅദ് ആരംഭിച്ചിട്ട്. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ അവലാദിയിലും എല്ലാ വേവലാദിയിലും നീ ഉണ്ടാകുമോ? അവക്കുള്ള സങ്കടങ്ങൾ കണ്ടറിയുമോ? അവക്കുള്ള കവിൾത്തടങ്ങളിലൂടെ, നിന്റെ ഭാര്യയുടെ കവിളിലൂടെ ഒഴുകി വരുന്ന ആ കണ്ണുനീര് തുടച്ചിട്ട് നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ നിനക്ക് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞ നീയാണ് ഏറ്റവും നല്ല ഭർത്താവ്. പടച്ചവനേ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാര് മനസ്സൊന്നറിയാൻ നിങ്ങൾ സമയം കണ്ടെത്തിയാല്, നിങ്ങളുടെ ഭാര്യമാരെ പറ്റി ഓർക്കാൻ നിങ്ങളൊന്ന് സമയം കണ്ടെത്തിയാല് അവിടെ ത്വലാഖില്ല. ഭർത്താവിനെ വേണ്ടുന്ന കോലത്തിൽ കണ്ടെത്താനോ മനസ്സ് കാണിച്ചാൽ അവിടെ ഫസ്ഖില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നാളെ എന്റെ ഉമ്മമാരാരാണ് നല്ല ഭാര്യ എന്നുള്ള വിഷയം നമ്മൾ പറയുമല്ലോ. അതിൽ ബഹുമാനപ്പെട്ട മഹദിയായ ബീവി റഹ്മത്ത് ബീവിയുടെ ചരിത്രം നമ്മൾ പറയും. കണ്ണു നിറഞ്ഞിട്ടാ പെങ്ങളെ നാളെ നമുക്ക് പിരിയാനുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിതം നല്ലതുപോലെ മെച്ചപ്പെടുത്തിയിട്ട് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അവസാനം ഒരൊറ്റ വാക്കുകൂടെ റസൂലുള്ള പറയാ, നിനക്ക് ജോലിയില്ലേ? നിന്റെ ജോലി സമയമല്ലേ? പാതിരാത്രിയാകുന്നത് വരെ കാത്തിരിക്കരുത്, വഴിയോരത്ത് കറങ്ങി നടക്കരുത്. നിനക്ക് ജോലിയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്ക നീ കടന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, നിന്നെ കാത്ത് ഉറക്കമൊഴിച്ചിരിക്കുന്നൊരു പെണ്ണിനായിട്ട് മാറ്റരുത്. അവളുടെ അരികിലേക്ക് നേരത്തെ പോവുക, അവൾ പറയുന്നത് കേൾക്കുക, അവളുടെ വാക്കിന് വില കൊടുക്കുക, അവളുടെ സങ്കടങ്ങൾ കേട്ടറിയുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പടച്ചവന്റെ മലക്കുകള് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ മണിമുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാടെന്ന് ഞാൻ നിങ്ങളോട്
നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾ ഒരുപാട് എഴുതിയിട്ട് നിങ്ങളുടെ സുഖം അള്ളാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാ വളരെ ചുരുങ്ങിയ വാക്കുകൾ നമ്മൾ പറഞ്ഞു, അത് നമ്മൾ കേട്ടു. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം തരട്ടെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ആചാരം? ഇതാര് വിളിക്കുന്ന ആളെവിടെ? നമ്മുടെ ഉണ്ടല്ലേ എവിടെ? ആഹാ, എൻ്റെ മണ്ടയ്ക്ക് ഉണ്ട്. എന്ത് മനുഷ്യന്മാരെങ്ങൾ. ഒരെണ്ണം ഞാൻ വിളിക്കാം, ബാക്കി ഇൻഷാ അല്ലാ.